പ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നു മുതൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 10:30 വാരാന്ത്യ അവലോകനം എന്ന പേരിൽ ഒരാഴ്ചയിലെ വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ എന്നുള്ള ഒരു പുതിയ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം മായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവരണങ്ങൾ അല്ലെങ്കിൽ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് അലക്സ് കാലിഫോർണിയയാണ്. അലക്സ് സാറ് USA താമസിക്കുന്നു. വളരെ ദീർഘവർഷമായിട്ട് അവിടെ ആയിരിക്കുന്നു. നമ്മുടെ ഈ ചാനലിൽ പല പ്രാവശ്യവും ചർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും അലക്സ് കാലിഫോർണിയയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ ഈ ആരംഭിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ബ്രദർ അലക്സ് കാലിഫോർണിയയെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ സാറേ, സാജു. സ്വാഗതം. താങ്ക് യു എന്നെ ഈ ചാനലിലേക്ക് ക്ഷണിച്ചത് വളരെ സന്തോഷം. ഞാൻ ചാനൽ കാണാറുണ്ട്. വളരെയധികം ആൾക്കാരെ വാച്ച് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളിയുടെ ഒരു ക്രൈസ്തവ, ഏറ്റവും അധികം വ്യൂസ് ഉള്ള ഒരു ക്രൈസ്തവ ചാനൽ ഡോക്ടർ സാജു തോമസ് ചെയ്യുന്നത്. അതിനെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇനി മനസ്സിലായ ഞാൻ മാത്രമല്ല, സാജു പാസ്റ്റർ നമ്മളും ഈ ആഴ്ചയിൽ ലോകത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ, അത് എല്ലാ പൊളിറ്റിക്സ് ലോകത്ത്. എന്നാ ഉണ്ട് സാറേ അമേരിക്കയിൽ വിശേഷങ്ങളൊക്കെ എന്നാ ഉണ്ട്? ഈ ഓണാഘോഷം അമേരിക്കയിലുണ്ടോ? അതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പുതിയ മോഡൽ ഷർട്ടുകൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നല്ലോ, ഈ ജീൻസ്, കീറിയ ജീൻസുകൾ, അതും ഭയങ്കര വിലയുള്ള ജീൻസുകൾ. ഈ ഷർട്ട് ഒരു പ്രത്യേകമായ ഷർട്ടായിട്ടാണല്ലോ തോന്നുന്നത്. ഇതെന്താണ് ഇതിന്റെ ഈ ഷർട്ടിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ ഷർട്ടിലൊരു പ്രത്യേകത ഞാൻ കണ്ട, ഇത് മേടിച്ചപ്പോഴേ, ഇത് ഭൂലോകത്തിന്റെ ഓരോ ഗോളങ്ങൾ ഇതിൽ കാണാം. ഭൂലോകത്തിൽ, അതുപോലെ സ്പേസ്മാൻ, അത് ചന്ദ്രനിൽ പോയ മനുഷ്യന്റെ ഒരു പടമൊക്കെ ഉണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ ഇന്ന് ലോക കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഭൂലോകങ്ങളെ വഹിച്ചുകൊണ്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. അമേരിക്ക മുതൽ കേരളം വരെ എല്ലാ ലോകം മുഴുവനായിട്ട് നമുക്ക് ഈ ദിവസം ചർച്ച ചെയ്യാം. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നമ്മൾ അഭിമുഖം കാണിച്ചുകൊണ്ടല്ല, എന്നാൽ ജനറലായിട്ട് എന്താണ് സംഭവിക്കുന്നതിനൊരു വാർത്താ അവലോകനം. ഇതിലെല്ലാം ഉണ്ട്. നമ്മളെ മതം, രാഷ്ട്രം, വിശ്വാസം എല്ലാം കൂടെ ചേർത്ത ഒരു ചർച്ചയായിരിക്കും. അമേരിക്കയില് ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം ഉണ്ടോ അമേരിക്കയില്? എന്താണ് അമേരിക്കയില് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്? മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ ഓണാഘോഷം ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അമേരിക്കയിൽ എങ്ങനെയായിരുന്നു ഓണാഘോഷം? അമേരിക്കയിലെ ശരിക്കും പറഞ്ഞാൽ ഓണാഘോഷം ഒരു പ്രത്യേക ദിവസമല്ല. കാര്യം ആൾക്കാർ മിക്കവരും ജോലി ചെയ്യുന്നത് കൊണ്ട് ഓണം തുടങ്ങുന്ന മാസം മുതൽ, ഇപ്പൊ ഈ മാസം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളാണ്. കാര്യം ആൾക്കാരുടെ ജോലി ഇതനുസരിച്ചൊക്കെ. അതുകൊണ്ട് ഡിസംബർ വരെ, ക്രിസ്മസ് വരെ ഓണാഘോഷമുണ്ട്. ലോകത്തിലെ എല്ലായിടത്തും മലയാളികൾക്ക് അവർ ഒത്തുചേരുന്ന ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ് ഓണം. ഓണം ഒരു കാർഷിക ഉത്സവമാണ്, സന്തോഷത്തിന്റെ ഒരു കൊയ്ത്തുത്സവം. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം എടുക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത പെരുന്നാളുകൾ, പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് കൊയ്ത്തുത്സവം. അവരുടെ ആദ്യ ഫലങ്ങളെ ദേവാലയത്തിൽ കൊണ്ട് അർപ്പിക്കുക. അതേപോലെ കേരളത്തിലെ കർഷകരുടെ ഒരു ഉത്സവമാണ്, കൊയ്ത്തുത്സവമാണ് ഓണം. അതിൽ ഹൈന്ദവ മതവുമായി ബന്ധമുണ്ടെങ്കിൽ തന്നെ എല്ലാ മലയാളികളെയും ഒന്നിപ്പിക്കുന്ന ഒരു ചരടാണ് ഓണം. ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടു, ദുബായിലാണ്, അബുദാബിയില് മലയാളികളുടെ ഘോഷയാത്ര. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, ഞാൻ അനേക വർഷം ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഓരോ ഓണം എന്ന് പറഞ്ഞ ഒരു സന്തോഷമാണ്. കുടുംബങ്ങൾ ഒന്നിക്കാനും കുട്ടികളും എല്ലാവരും കൂടെ ഒന്നുചേരുന്ന ഒരു ഒത്തൊരുമയുടെ ഉത്സവമാണ് ഓണം. അതിനകത്ത് മതം കലർത്തേണ്ടതോ വിശ്വാസം കലർത്തേണ്ടതോ ഒരു കാര്യവുമില്ല. അതൊക്കെ നമ്മുടെ ഈ അറിവില്ലായ്മ കൊണ്ടും, അത് ലോ സ്പിരിച്വാലിറ്റിയാണ് അതൊക്കെ കാണുന്നത്. നമ്മള് മലയാളികള് അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും
ഇസ്ലാമും മതവിശ്വാസികളെല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവം. ആ രീതിയിലാണ് ഞാൻ ഓണത്തെ കാണുന്നത്. ഞാൻ ഓണം ആഘോഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാംസം ഭക്ഷിക്കുന്നത്. ഞാൻ മാംസം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കുഴിമന്തിയും അൽഫാമും എല്ലാ ദിവസവും ഇറച്ചിയും പൊറോട്ടയും കഴിക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ മലയാളികൾ അവരുടെ വാഴയിലയില് പച്ചക്കറികളെല്ലാം കൂട്ടിയുള്ള ഒരു ഭക്ഷണം കഴിക്കുക, ഒത്തൊരുമിക്കുക, അത് നല്ലൊരു സന്തോഷത്തിന്റെ ഒരു ഉത്സവമാണ്. അതെല്ലാവരും ആഘോഷിക്കണം. എന്നാൽ ഇപ്പൊ അടുത്തിടെയായിട്ട് കുറെ പെന്തക്കോസിലെ കുറെ പാസ്റ്റർമാർ ഇതിലൊക്കെ മതം കലർത്തി, ഇത് അന്യദേവനെ ആരാധിക്കുക എന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നത്തിങ്. ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇപ്പം ചോറും കറിയും എന്റെ പിള്ളേര് പച്ചക്കറി കൂട്ടി ചോറുണ്ണതിന്റെ അകത്ത് ഞാൻ അവിടെ ഒരു ദേവനെ ആരാധിക്കുകയോ ദേവനെ പൂജിക്കുന്നോ ഒന്നുമില്ല. നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഒരു ഉത്സവം. അല്ല, എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തോന്നിയത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ട ഒരു കാര്യം. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു ബിഷപ്പ്, സെറാഫിം എന്നാന്ന് തോന്നുന്നു പുള്ളിയുടെ ബിഷപ്പ്, ആ ബിഷപ്പ് ഓണ സദ്യ സാധാരണക്കാരോട് കൂടി ആഘോഷിക്കുന്നു. അതേപോലെ കർദിനാൾ മാർ ആലഞ്ചേരി പിതാവ് ഇന്നലെ തെക്കുംകൂർ എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിലേക്ക് പോയി അവരുമായിട്ട് ആഘോഷിക്കുന്നു. അങ്ങനെ ഓണം മറ്റുള്ളവരെ സ്നേഹിക്കുക. യേശുക്രിസ്തു പറഞ്ഞ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് മറ്റോ ലോകം അറിയും. നമ്മൾ പള്ളിക്കകത്ത് കയറി ഹല്ലേലൂയ പറയുന്നു, സ്തോത്രം പറയും, നല്ലതാണ്. അതിലൂടെ അല്ല ക്രിസ്തീയ വിശ്വാസം മറ്റുള്ളവരിൽ എത്തിക്കുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണലായിട്ട് ഒരു 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 വീഡിയോ, അതായത് ഒരു ഓഡിയോ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് ഒരു പെന്തക്കോസ് പാസ്റ്റർ പറയുകയാണ്, നമ്മൾ ഈ ഓണത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. ഓണത്തിന്റെ ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചേക്കുന്നതിന്റെ കാരണം ആരും ഈ ഓണസദ്യ ഉണ്ണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഈ ഓണത്തിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പിൻപറ്റുന്നവരാണ് പൊതുവെ ക്രൈസ്തവരും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ. കാരണം ഓണത്തിനുള്ള ബോണസ്, ഓണത്തിനുള്ള ഓഫർ, ഓണത്തിന് ലഭിക്കുന്ന കിറ്റ്, ഇതെല്ലാം വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. എന്താണ് എനിക്ക് ഈ അടുത്ത നാളുകളിൽ തോന്നിയത്, കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, മാർത്തോമ, CSI സഭകൾക്കൊന്നും ഇത് വിഷയമില്ല. ചില പെന്തക്കോസ്റ്റൽ സഭകളിലെ ചില പാസ്റ്റർമാർ, അത് ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഒരു പുരോഗമന ചിന്താഗതി ഇല്ലാത്ത ചില ആളുകൾ ഓണം വരുന്ന ഒരു 3-4 ദിവസം മുമ്പ് ഓണമായി ബന്ധപ്പെട്ട് ഓണം ഭക്ഷിക്കരുത്, ഓണത്തിന് ആശംസ അർപ്പിക്കരുത്, ഉപ്പേരി കഴിക്കാൻ പാടില്ല, ശർക്കര വരട്ടി കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓണം സെറ്റ് മുണ്ട് ഉടുക്കാൻ പാടില്ല, സെറ്റ് സാരി ഉടുക്കാൻ പാടില്ല, അതുപോലെയുള്ള വസ്ത്രങ്ങൾ, ഊഞ്ഞാലാടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, സാറേ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു സന്തോഷവും ഒക്കെ വേണ്ടേ? ഒരു ആഘോഷവും ഇല്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് എങ്ങനെ സങ്കല്പിക്കാനായിട്ട് സാധിക്കും? അത് മാത്രമല്ല, എല്ലാവർക്കും അവരുടെ മത ഉത്സവങ്ങളുണ്ട്. ക്രിസ്മസ് ഉണ്ട്, അതുപോലെ ബക്രീദ് ഉണ്ട്, മറ്റ് വിഷു ഉണ്ട്. ഇതൊക്കെ ഒരു റിലീജിയസ് ഫെസ്റ്റിവലാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കൂടെ ചേർന്ന്, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ. ഇപ്പൊ ഞാൻ ഇന്ന് മുസ്ലിം സഹോദരിമാര് ഓണാഘോഷം നടത്തുന്നത് കണ്ടു. വളരെ അത്ഭുതം തോന്നി. നബിദിന റാലിയുടെ നടുക്ക് മാവേലിയും നിർത്തിക്കൊണ്ട് റാലി നടത്തുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതൊക്കെ മറ്റു മതങ്ങളെ നമുക്ക് സ്നേഹിക്കാനും ഇതിൽ ഏറ്റവും ഉപരി അവരോട് ഒരുമിച്ച് ഒരു നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദർഭമല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത് എതിർക്കുന്നതോടുകൂടി നമ്മൾ ശരിക്കും എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ ഈ പെന്തക്കോസ്റ്റൽ സഭകൾ ചെയ്യുന്നത്? ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പെന്തക്കോസ്റ്റൽ സമൂഹം നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരോടും ചേർന്ന് ജീവിക്കുക. എൻ്റെ അയൽക്കാരൻ ഇസ്ലാമുണ്ട്, മുസ്ലിമുണ്ട്, നിരീശ്വരവാദിയുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മളുടെ മാതൃക യേശുക്രിസ്തു ആയിരിക്കണം. അത് പൗലോസ് പറഞ്ഞോ പത്രോസ് പറഞ്ഞോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു വാക്യം എടുത്തുകൊണ്ട് അവർ തനിച്ച് പാർത്തിയുടെ ഒരു ജനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ പെന്തക്കോസ്റ്റ് വിശ്വാസം നല്ലതാണ്, ഞാനത് വിശ്വസിക്കുന്നു. പെന്തക്കോസ്റ്റ് വിശ്വാസം വരുന്നതിന് മുമ്പ്, ഇപ്പോൾ വളരെ കൂടി ഒരു 100 വർഷമായിട്ട് കേരളത്തിലായിട്ട്, അതിനു മുമ്പ് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു. ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാമിസ്റ്റുകളും എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ച ഒരു കാർഷിക ഉത്സവമായിരുന്നു. എന്നാൽ ഈ അടുത്തിടെയായിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇത്രയും വെറുപ്പ്.
ഞാനൊരു വീട്ടിൽ അല്പം ശർക്കര വരട്ടി കഴിച്ചാൽ അത് അന്യദേവനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്ന് പറയത്തക്ക വിവരം കെട്ട കുറെ പാസ്റ്റർമാർ. അത് പാസ്റ്റർമാരെന്ന് പറയാൻ പറ്റത്തില്ല, കുറെ അന്യമതങ്ങളിൽ നിന്ന് വന്നിട്ട് ഇസ്ലാമിൽ നിന്ന് വന്ന ഒരുത്തൻ, അവനൊക്കെയാണ് പെന്തുക്കോസിലെ വേദം പഠിപ്പിക്കുന്നത്. എത്ര ലജ്ജാകരമാണ്! നമ്മൾ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അല്പം ചോറുണ്ടാൽ പച്ചക്കറി കഴിച്ചാൽ അന്ന് പച്ചക്കറി കഴിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലാ ദിവസവും കഴിച്ചു. ഉത്സവം ആഘോഷിക്കുന്ന അല്ല, യഹൂദനെ അതിന്റെ ഇടയ്ക്കൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മളിപ്പോ ഒരാളുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നോർത്തുകൊണ്ട് ചോർന്നു പോകുന്ന ഒരു വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? ആണ് പെന്തുക്കോസിന്റെ വിശ്വാസം. അതാണ്, ശർക്കര വരട്ടി വിട്ട് കഴിച്ചാൽ അവന്റെ വിശ്വാസം പോകുന്ന വിശ്വാസമാണ്. വാഴയിലയിൽ ചോറുണ്ടാൽ അവന്റെ വിശ്വാസം തകർന്നു പോകുന്ന വിശ്വാസമാണ്. ഇതാണ് വിശ്വാസം. അതെ, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവര് കഴിക്കണ്ട. അതാ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിന്റെ മുന്നേ അവിശ്വാസി അവന്റെ വിശ്വാസം തകരുകയാണെങ്കിൽ, അത്ര ബലഹീനമായ വിശ്വാസമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ആൾക്കാർ പ്രത്യേകിച്ച് ഈ ഓണം അങ്ങോട്ട് തുടങ്ങുമ്പോൾ പെന്തുക്കോസുകാർ ആ ഒരാഴ്ച ഫാസ്റ്റ്. എന്തിനാ ഈ ഫാസ്റ്റ്? ഇപ്പൊ തന്നെ ഞാൻ ഒരു ഓഡിയോക്കകത്ത് ഒരു പാസ്റ്റ് പറയാണ്, സാധനത്തിനൊക്കെ വില കൂടുതലാണ്, വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നു, ഏത്തക്കായ്ക്ക് വില കൂടുന്നു, വസ്ത്രങ്ങൾ അതുകൊണ്ട് നമുക്ക് ഉപവസിക്കും. എന്തിനാ ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് യാതൊരു വിധമായ അടിസ്ഥാനമില്ലാത്ത കുറെ മനുഷ്യര്, ആൾക്കാരെ, പാവം പിടിച്ച കുറെ ആൾക്കാരെ കുരുക്കി ഇടുകയാണ്. ഉപവാസം എന്തിനാ? നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരാഴ്ച പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടുമെന്ന്? ഇതേ വിഷയം തന്നെ അടുത്ത മാസവും കാണും, അതേ വിഷയം തന്നെ അടുത്ത മാസവും കാണും. 100% ഞാൻ പറയും, ഈ ഒരാഴ്ച ഉപവാസിച്ച് പ്രാർത്ഥിക്കുന്ന ആരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടത്തില്ല. അതേസമയം നീ നിന്റെ സഹോദരനോട് ചേർന്ന് അല്പം ഒന്ന് സന്തോഷിച്ചാൽ, ഇസ്രായേൽ മക്കൾക്കൊക്കെ ദൈവം പലപ്പോഴും സന്തോഷിക്കാനായിട്ടുള്ള ഒരു ഉത്സവങ്ങളായിരുന്നു യഹൂദന്മാർ. നമ്മൾ യഹൂദന്റെ കാര്യമുള്ള ഈ കേരളത്തിലെ പെന്തുക്കോസുകാർ എപ്പോഴും പറയുന്നത്, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, ഈ രണ്ടു കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ക്ഷേത്രത്തിൽ പോയി പ്രസാദം മേടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് ഹൈന്ദവം വിശ്വാസവുമായി ബന്ധപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാഹോദര്യത്തിന്റെ ഉത്സവമാണ്. അത് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ കുട്ടികൾ ഇതൊക്കെ അറിയണം. എല്ലാ ദിവസവും ഇറച്ചിയും മീനും മുട്ടയും തിന്നുന്ന പിള്ളേര് ഒരു ദിവസം അല്പം പച്ചക്കറി കഴിക്കട്ടെന്ന്. എന്തുകൊണ്ടാ? നിന്റെ സെറ്റ് മുണ്ടുടുത്താൽ തകരുന്ന വിശ്വാസമാണോ നിന്റെ വിശ്വാസം? ഞാനൊരു കോടി മുണ്ടുടുത്താൽ എന്റെ വിശ്വാസം തകരുന്ന ആ വിശ്വാസം എന്തൊരു വിശ്വാസമാണെന്ന്? നമ്മൾ വാമനൻ പാതാളത്തിൽ നിന്ന് വരുന്നതൊന്നും നമ്മൾ നോക്കുന്നില്ല. പാതാളത്തിൽ നിന്ന് വന്നാലും അന്റാർട്ടിക്കയിൽ നിന്ന് ഡസൻ മാറ്റർ. അത് നമുക്കൊരു വിഷയമേ അല്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ പെന്തുക്കോസിലെ ചർച്ചകൾ മൊത്തം ഈ ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുക, വാമനന്റെ കഥയും ലക്ഷ്മണന്റെ കഥയും ഒക്കെ പഠിപ്പിക്കുക. വെറുതെ സമയം വേസ്റ്റ്. ഈ ഒരാഴ്ച വെറുതെ മനുഷ്യനെ പട്ടിണിക്കിട്ട് ഉപവാസം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കുറെ പാസ്റ്റർമാരെ ഉപവസിക്കുക. എന്തിനാണ് ഉപവസിക്കുന്നത്? ഇനി നമ്മൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് ഓണത്തിൽ നിന്ന് മുമ്പോട്ട് പോകാം. എന്തായാലും ഓണം എല്ലാവർക്കും ആശംസകൾ നേരത്തെ നേർന്നിട്ടുണ്ട്. എങ്കിലും ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ്. അതായത് പട്ടം താണുപിള്ള യാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പം നമുക്ക് നാഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, ഗാന്ധി ജയന്തി ഉണ്ട്, റിപ്പബ്ലിക് ഡേ ഉണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതോടൊപ്പം ഓണത്തെ ഒരു നാഷണൽ ഫെസ്റ്റിവലായിട്ട്, കേരളത്തിന്റെ ഒരു നാഷണൽ ഫെസ്റ്റിവലായിട്ട്. നമ്മൾ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് ചൈനയിൽ ജനിച്ചില്ല? എന്തുകൊണ്ട് കൊറിയ? നമ്മൾ കേരളത്തിൽ ജനിച്ചു. കേരളത്തിൽ ഒന്ന് ഒത്തൊരുമിക്കുന്ന സന്തോഷത്തിന്റെ ഒരു ഉത്സവം. സന്തോഷിക്കാൻ ദൈവം മനുഷ്യൻ സന്തോഷിക്കുന്ന യാതൊരു തെറ്റുമല്ല. ഈ മനപ്പോയി സാഡിസ്റ്റ് ചിന്താഗതികളുള്ള മിക്ക പാസ്റ്റേഴ്സും, അവർക്ക് ആൾക്കാർ സന്തോഷിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ UAE-യിലായ സമയത്ത് UAE 2 ദിവസം ഒരു അവധി കിട്ടും, UAE നാഷണൽ. ആ 2 ദിവസം കൊണ്ട് ഫാസ്റ്റിംഗ് പ്രെയർ വെക്കും. കാര്യം പാസ്റ്റർമാർക്ക് ആരും ഒരിടത്തും പോകരുത്. അവനോ എൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ ബീച്ചിൽ പോകരുത്, അവനോ എൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ പാർക്കിൽ പോകരുത്. എന്നിട്ട് ഇപ്പൊ കേരളത്തിലെ സ്ഥിരം ഒരു ട്രെൻഡാണ് ഈ ഫാസ്റ്റിംഗ് പ്രെയർ വെക്കുന്ന മിക്ക ചർച്ചിലെ പാസ്റ്റർമാർ ഇവിടെ അമേരിക്കയിലുണ്ട്. അവിടെ ഫാസ്റ്റിംഗ് പ്രെയർ ഇട്ടു, ഒരാഴ്ച ഫാസ്റ്റിംഗ് പ്രെയർ ഇട്ടിട്ട് ഞാൻ നോക്കിയായിരുന്നു. കേരളത്തിലെ കുറെ ഫാസ്റ്റിംഗ് പ്രെയർ ഉള്ള ചർച്ചിൽ മിക്ക പാസ്റ്റർമാർ അമേരിക്കയിലുണ്ട് അല്ലെങ്കിൽ ഗൾഫിലുണ്ട്. അവിടുത്തെ ആൾക്കാരെ പട്ടിണി കിട്ടിട്ട് ഇവന്മാർ ഇവിടെ വന്ന് ചില്ലി ചിക്കൻ കഴിക്കും, ഇവിടെ വന്ന് KFC കഴിക്കും, ഇവിടെ വന്ന് ബീച്ചിൽ പോകും, നിക്കറിട്ട് മുറിനിക്കർ വിട്ട് വലിച്ചു കീറിയ ബെന്നീന് വിട്ടോണ്ട് ഇവിടെ നടക്കും. പാവങ്ങളോട്, യോ ബ്രദർ അത് ചെയ്യരുത്, പാർക്കിൽ പോകരുത്. അവസരം കിട്ടിയ എന്തും ചെയ്യും. എന്തും ചെയ്യും.
ഈ പാവങ്ങളെ കുരുക്കിയിട്ട് എത്രത്തോളം കുരുക്കിയിടാമോ അത്രത്തോളം നല്ലതാണ്. ഈ കുരുക്കിന്റെ അകത്തിട്ട് ഭീഷണിപ്പെടുത്തി മനുഷ്യനെ ഭയം കൊണ്ടുവന്ന് അതിലൂടെ മുതലെടുപ്പ് നടത്തുകയാണ് വിശ്വാസത്തിന്റെ പേരിൽ. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പാവങ്ങളെ അവന് ക്രിസ്മസ് വരുമ്പോഴത്തേക്കും ആ ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രേയർ. എന്തിനാണ് ഫാസ്റ്റിംഗ് പ്രേയർ ചെയ്യുന്നത്? ഫാസ്റ്റിംഗ് ഞാൻ ആ- ഇതല്ല അല്ല ഫാസ്റ്റിംഗ്. ആ അവസ്ഥ മാറി. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ക്രിസ്മസ് ആഘോഷം പ്ലാൻ ചെയ്യുന്നത് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച, AG ചർച്ച. കേരളത്തിൽ ഒരു വർഷം മുമ്പ് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇപ്പൊ ഒരു അവസ്ഥ. അത് കേരളത്തിൽ അതുകൊണ്ട് എന്താ ഈ പിള്ളേരൊക്കെ കേരളത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ റിലീജിയസ് സെറ്റപ്പിൽ വരുന്ന പിള്ളേരെ നിങ്ങളൊന്ന് ബാംഗ്ലൂരിലോട്ട് വിടുക. ഏറ്റവും കൂടുതൽ പിഴച്ചു പോകുന്ന പിള്ളേർ കേരളത്തിൽ നിന്ന് പുറത്തു പോയി പഠിക്കുന്ന പെന്തക്കോസ് പിള്ളേരാണ്. ആണും പെണ്ണും, അത് യാതൊരു സംശയമില്ല. ഈ ഈ ഈ മനുഷ്യനെ ഇല്ലാത്ത നിയമങ്ങൾ പറഞ്ഞ് കുരുക്കിക്കൊണ്ടിട്ട് ഇവന്മാരെ അവസാനം ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുക. എനിവേ നമ്മൾ ഈ ഓണത്തിൽ നിന്ന് മുമ്പോട്ട് പോകാം. എല്ലാവിധമായ അപ്പോ ആ ആഘോഷവും ആഘോഷിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിന് എതിരില്ല. ആ അതിപ്പോ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്നോർത്തോണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അപ്പൊ ഇതിന്റെ അത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചാടിപ്പോകുന്ന വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസം ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഓണം കഴിഞ്ഞു. ഇനി ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഏതൊക്കെയാണ് അലക്സ് സാറേ? ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പറയാനുള്ള ഒരു 10 ന്യൂസ് എടുത്താൽ ഏറ്റവും ടോപ്പ് ന്യൂസ് ഏതാണ്? ഇന്നിപ്പോ ട്രംപിന്റെ ഒരു മലക്കം മറിയല് വലിയൊരു പ്രധാന ന്യൂസായി ലോക മാധ്യമങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്. ട്രംപ് ഇന്നലെ വരെ ഒരു പോസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് മോദിജി ചൈനയിൽ പോയി ചൈനീസ് പ്രധാനമന്ത്രിയുമായും പുടിനുമായിട്ടുള്ള ബന്ധം ക്രിയേറ്റ് ചെയ്ത പുള്ളിക്ക് ഭയങ്കരമായിട്ട് വെപ്രാളമുണ്ടായി. അതുകൊണ്ട് ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് ഡാർക്ക് ഡീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് വേർഡ്സിലൊക്കെ ചെയ്ത് ഇന്ത്യ നരകത്തിലേക്ക് പോകുന്നെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്ക് ഭയങ്കര വെപ്രാളമായി. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ വിദേശകാര്യ സെക്രട്ടറിമാരൊക്കെ ഇതിനൊരു മറുപടി കൊടുക്കാനിരിക്കുകയായിരുന്നു ഒരു ദിവസം. കാര്യം അവർക്കറിയാം ഒരു ദിവസം കൊണ്ട് ട്രംപിന്റെ മുഖം ഇത് നിലപാട് മാറ്റി. ഇന്ന് ട്രംപിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചാൽ പറഞ്ഞു, മോദിജി എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, മോദിജിയുമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. എന്തായാലും ഞാൻ 2-3 വീഡിയോസ് യൂട്യൂബിൽ കാണുകയായിരുന്നു. മോദിജിക്ക് ലോക രാഷ്ട്ര നേതാക്കന്മാർക്കിടയിലുള്ള സ്വാധീനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ ഒരു നേതാവാണ് നരേന്ദ്രമോദി. അത് രാഷ്ട്രീയത്തിന് അതീതമായി ലോകത്ത് ഏത് രാജ്യത്തും. ഇന്നലെ ഞാൻ അതിനകത്ത് ഈ ഫോട്ടോ സെഷനിലെ ഈ ചൈനീസ് പ്രധാനമന്ത്രി പല ലോകരാഷ്ട്രത്തിലെ ഈ നേതാക്കന്മാർ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒന്ന് കൈ കൊടുത്ത് വിട്ടു. അതിനുശേഷം യഗ്ദോൻ വന്നു, ടർക്കിയുടെ പ്രധാനമന്ത്രി, ഇറാന്റെ, അവരൊക്കെ പലരും പ്രസിഡന്റ്സും പ്രൈം മിനിസ്റ്ററും ഒക്കെ കുറെ പേരൊക്കെ വന്നു. പക്ഷേ മോദി വരുമ്പോൾ പുടിനോട് ചേർന്ന് ഒരുമിച്ച് വരികയും ഇവർ 3 പേരും ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും, അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ SCO എന്ന് പറയുന്ന ഷങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ മീറ്റിംഗിൽ, അതിൽ ലോക നേതാക്കന്മാർ അവർ ഏറ്റവും അധികം മെൻഷൻ ചെയ്ത ഒരു പേരും മോദി ആൻഡ് പുടിൻ അറ്റൻഡഡ്. അതാണ് പലരും വന്ന് പലരുടെയും പേര് പോലും ആരും പറഞ്ഞില്ല. ഇറാന്റെ പ്രധാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു, they didn't mention his name. അതുപോലെ ടർക്കിയുടെ ഉണ്ടായിരുന്നു, റഷ്യ, പലരും ഉണ്ടായിരുന്നു. എന്നാൽ മോദിക്കുള്ള സ്വാധീനം വളരെ ശക്തമായി. അതിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ജോൺ ബ്രിട്ടാസ്, നമ്മൾ പലപ്പോഴും ജോൺ ബ്രിട്ടാസിനെ ഈ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഇന്നലെ വളരെ ഇതായിട്ട് മോദിയെ ഉയർത്തി പറഞ്ഞു കിട്ടും. കാര്യം ചൈനയുമായിട്ട് അടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞാണ് ചൈനയുമായിട്ട് അടുക്കണം, അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാനുള്ളത്. ഈ ജോൺ ബ്രിട്ടാസ് നമ്മുടെ പിണറായി വിജയന്റെ കൂട്ട് വർഷത്തിൽ ഒരു 4 പ്രാവശ്യം അമേരിക്ക വരുന്ന വ്യക്തിയാണ്. ഈ വർഷം വന്നോന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്ക വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അമേരിക്ക സ്ഥിരം ഇവിടെ വന്ന് കറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. പക്ഷെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ട് ഇന്ത്യ ചൈനയുമായി അടുക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണൻ, പുള്ളിയൊക്കെ വളരെ ശക്തമായിട്ട് മോദിയെ എതിർക്കുന്നു. ഇന്നലെ മോദിയെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ PP ജെയിംസ്, പുള്ളി ഹമാസിന് MA ബേബി ബേബി, ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഹമാസിന് അനുകൂലമായി ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് PP ജെയിംസ്, ഒരു മാധ്യമ പ്രവർത്തകൻ. പുള്ളി ഇന്നലെ മോദിയെ വളരെ രീതിയിൽ പൊക്കുന്നു. എന്തിനധികം പറയണം, മോദിയെ കണ്ണെടുത്താൽ കാണാത്ത
നമ്മുടെ മീഡിയ വൺ ചാനലുകാരും മോദി അങ്ങ് പൊക്കുക. കാര്യം മറ്റൊന്നുമല്ല, അമേരിക്കയോടുള്ള വിരോധം. ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമെന്ന് പറയുന്ന പോലെ അമേരിക്കയോടുള്ള വിരോധം ഈ ഇസ്ലാമിക് ചാനലുകൾക്കെല്ലാം പൊതുവെ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അല്ല മോദിയുടെ ഏഹ് അല്ല, അത് ഈ മോദിക്ക് ചൈനയെ കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത് ഇന്ന് വരെയും ചൈനീസ് ഗവൺമെന്റ് ഇത്രയും വലിയൊരു വാം വെൽക്കം ലോകത്തിലെ ഒരു രാജ്യത്തിലെ നേതാക്കന്മാർക്കും കൊടുത്തിട്ടില്ല. അതും കൂടെ ഒന്ന് പ്രധാനമന്ത്രി വേറെ ആർക്കും കൊടുക്കാത്ത കാറ് മോദിക്ക് വിട്ടുകൊടുത്തു. മോദിയും പുട്ടിനും ഒരുമിച്ചാണ് ആ മീറ്റിംഗ് വന്നത്, രണ്ടുപേരും ഒരേ കാറ്. മോദിക്ക് ലോക രാജ്യങ്ങളിൽ കൊടുക്കുന്ന സ്വാധീനവും സ്വീകാര്യവും ലോകത്തിൽ ഒരു ലോക നേതാവിനും ഇല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം, ആൾക്കാർ എതിർത്താലും എതിർത്തില്ലേലും അംഗീകരിച്ചില്ലേലും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും അധികം $1 ട്രില്യൺ ബിസിനസ്സുകൾ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും അമേരിക്ക. ഇപ്പോൾ ടെസ്ല, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, അല്ലെങ്കിൽ ഗൂഗിൾ, അല്ലെങ്കിൽ വാൾമാർട്ട്, നൈക്കി, ഞാൻ ഇന്ന് ഒരു ലിസ്റ്റ് എടുക്കുകയായിരുന്നു. ലോകത്തിലുള്ള ഏറ്റവും അധികം $1 ട്രില്യൺ മൈക്രോസോഫ്റ്റ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക. അതുകൊണ്ട് അമേരിക്കൻ എക്കോണമി പറയുന്ന പോലെ തകർത്തില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും അതോളം സ്വാധീനം നരേന്ദ്രമോദിജിക്ക് ലോക രാഷ്ട്രങ്ങളിലുണ്ട്. പുള്ളി ഏത് രാജ്യത്ത് ചെന്നാലും ആ ഒരു വലിയ സ്വാധീനമുണ്ട്. കാര്യം മാത്രമല്ല, ജയശങ്കറിനെ പോലെയുള്ള ശക്തനായ ഒരു വിദേശകാര്യ മന്ത്രി. അതുകൊണ്ട് അതെന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് എന്താണ് അതിന്റെ ഒരു റീസൺ ഉണ്ടല്ലോ, മോദി ഇത്രയും പ്രശസ്തനാകുന്നതുമായിട്ട്. അപ്പൊ അത് പറയുമ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൂടെ ഒന്ന് താരതമ്യം ചെയ്യണം. കാരണം സോണിയാഗാന്ധി ആയിരുന്നു ശരിക്കും പറഞ്ഞ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത്. മൻമോഹൻ സിംഗ് ഇപ്പുറത്തെ കസേരയിരിക്കും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സോണിയാഗാന്ധിയാണ് പ്രധാന കസേര ഇരുന്നുകൊണ്ടിരുന്നത്, രാഹുൽ ഗാന്ധി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഡമ്മി പ്രധാനമന്ത്രി പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗ് ഇരുന്നത്. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം? എന്തുകൊണ്ടാണ് മോദി ഇത്രയും ശക്തനായി മാറുന്നത്? മൻമോഹൻ സിംഗ് വളരെ ശക്തനായ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു, റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു, വളരെ പാണ്ഡിത്യമുള്ള എക്കണോമിസ്റ്റ് ആയിരുന്നു. ഇന്ത്യ ഭരിച്ചതിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ യോഗ്യതയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷേ മൻമോഹൻ സിംഗ് വാസ് നോട്ട് എ കേപ്പബിൾ ലീഡർ. പുള്ളിക്ക് ഒരുപക്ഷെ ഒരു സാമ്പത്തിക മേഖലയിൽ വല്ലതും ഒരു ഫൈനാൻസ് റിസർവ് ബാങ്ക് ഗവർണർ പോലെയുള്ള പോസ്റ്റ്, പക്ഷേ ഭരണ നയതന്ത്രജ്ഞനായിരുന്നില്ല മൻമോഹൻ സിംഗ്. നിങ്ങൾക്ക് പാസ്റ്റർക്ക് അറിയാമോ, കേരളം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ. കേരളം ഭരിച്ചിരുന്ന ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി. പുള്ളി ഏതാണ്ട് 10ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ല. പിന്നെ പണ്ടുകാലത്ത് എത്ര ഇന്നത്തെ വിദ്യാഭ്യാസമില്ല. പക്ഷെ വളരെ നയതന്ത്രജ്ഞ, ചാണക്യനായിരുന്നു. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ചാണക്യനായിരുന്നു ശ്രീ കെ കരുണാകരൻ. എനിക്ക് കെ കരുണാകരനെ വളരെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 25 വർഷം മുമ്പ് പുള്ളി ദുബായിൽ വന്ന സമയത്ത് അൽനാസർ ലഷ്ലാൻഡ് എന്ന് പറയും, പണ്ട് അവിടെ വെച്ചായിരുന്നു മിക്ക പ്രോഗ്രാംസ്. ദുബായിലുള്ളവർ കേൾക്കുന്നവർക്കറിയാം. അവിടെ വലിയൊരു പ്രോഗ്രാമിന് വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കെ കരുണാകരൻ വന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങി വരും, മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ കരുണാകരൻ വളരെ നീളം കുറവ്, വളരെ ചുമന്നിരിക്കും, ആപ്പിളിന്റെ കളറാണ് കരുണാകരൻ. എൻ്റെ അടുത്താണ്, എവിടെ ബാത്റൂം? ഞാൻ സാറേ ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ ഡോർ തുറന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 25 വർഷം മുമ്പ്. കെ കരുണാകരൻ ഒരു ചാണക്യനായിരുന്നു. കെ കരുണാകരൻ വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നില്ല, പക്ഷേ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും റെസ്പെക്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അതേപോലെ മോദി ഡിഗ്രി പഠിച്ചൊന്നും ഇല്ലെന്നൊക്കെ വലിയ പക്ഷേ പുള്ളി വളരെ ചാണക്യനാണ്. ഏത് രാഷ്ട്ര നേതാക്കന്മാരെയും ഒരേ സമയം കയ്യിലെടുക്കാൻ, അറബ് രാജ്യങ്ങളുമായി വളരെയധികം ബന്ധം, അതുപോലെ UAE പ്രധാനമന്ത്രി, സൗദി രാജാവും ഖത്തർ രാജാവും അതുപോലെയുള്ള അറബ് രാഷ്ട്ര രാജാക്കന്മാരെ ഒരേ സമയം നിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹത്യാവിനെ ഒരുമിച്ച് കാണാൻ, അത് വലിയൊരു കഴിവാണ്. അല്ല, അത് മാത്രമല്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാത്തതിന്റെ, അതായത് ശക്തമായി ആക്രമിക്കാത്തതിന്റെ കാരണം മോദിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഭാരതം പലരും പ്രധാനമന്ത്രിമാർ ഭരിച്ചു, ഹെഡ്ഡെ ഭരിച്ചു, പലരും ഭരിച്ചു, പക്ഷെ അവർക്കൊന്നും വിലയില്ലായിരുന്നു. ഇന്ന് ഒരു ചെറിയൊരു വിഷയം, ഉക്രൈൻ റഷ്യൻ തർക്കം പോലും പരിഹരിക്കാൻ സെലൻസ്കി മോദിയോട് പറയുന്നു. അത്ര ശക്തനായ ഒരു നേതാവായി മോദി മാറുമ്പോൾ ഇനിയും മോദി തന്നെ വരണമെന്നാണ്
അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ BJP എതിർക്കുകയും മോദിയെ എതിർക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരൊക്കെ ഈ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ സപ്പോർട്ട് അവർക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഈ GST വിഷയം വന്നപ്പോൾ ഈ താരിഫ്, പക്ഷേ താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? താരിഫ് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയില്ല. അതാണ് ഞാൻ അലക്സ് ബ്രദറിനെ ഇന്ന് ഞാൻ ഇതിനെ ഇതാക്കിയത്. അതെന്താണ് അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചോ? ഞാൻ അതിനെക്കുറിച്ച് വലിയ എക്കണോമിക്കൽ പരമായിട്ട് താരിഫ് എന്ന് പറയുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ടാക്സിന് പറയുന്ന പേരാണ്. നികുതിക്ക് പറയുന്ന ഇമ്പോർട്ട് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതിന് മലയാളം വേർഡ് കിട്ടുന്നില്ല. ആ താരിഫ് എന്ന് പറയുന്ന ആ ടാക്സിന്റെ പേരാണ് താരിഫ്. ഇറക്കുമതി കയറ്റുമതി അതിന്റെ ഉള്ള ടാക്സിന്റെ പേരാണ് താരിഫ്. നമുക്ക് നേരത്തെ 25% കാര്യം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നം, സീ ഫുഡ്, അതുപോലെ തുകൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. അമേരിക്ക നമ്മുടെ വലിയൊരു കമ്പോളമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാബു, കിറ്റക് സാബു, ഏറ്റവും കൂടുതൽ തുണി ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക്. അമേരിക്ക വലിയൊരു കമ്പോളമാണ്. എന്നാൽ ട്രംപിന് ഇപ്പം മോദിയുമായിട്ട് വലിയ സ്നേഹമായിരുന്നു. ട്രംപിന് നോബൽ സമ്മാനം കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അതിന് ട്രംപ് കുറച്ച് ഈ ഭരണത്തിൽ കിട്ടണമെന്ന് പുള്ളി താല്പര്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സിന്ദൂർ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം വന്ന സമയത്ത് ട്രംപ് പറഞ്ഞു ഞാനാണ് യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പക്ഷേ മോദി അത് അംഗീകരിച്ചു കൊടുത്തില്ല. അത് ട്രംപിന് വലിയൊരു അടിയായി. കാര്യം ട്രംപ് ലോകത്തിന്റെ രാജാവെന്ന് പറയുന്ന സമയത്ത് മോദി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താന്ന് പറയുമ്പോൾ ട്രംപിന് വലിയൊരു അത് ട്രംപിന്റെ മനസ്സിൽ കൊണ്ടു. മാത്രവുമല്ല റഷ്യയുമായിട്ട് അടുക്കുന്നെന്ന് ട്രംപിനൊരു തോന്നൽ വന്നു. അതുകൊണ്ട് 25 എന്നുള്ളത് 50% ഉയർത്തി. അതൊരു ചുങ്കം, അധിക ചുങ്കം. കാര്യം ഒരു ദേശത്തിന്റെ പുറത്തുണ്ടായ. പക്ഷേ മോദിയും ചൈനയും നമ്മുടെ റഷ്യയുമായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളങ്ങൾ ഒന്നിക്കുന്നെന്ന് കണ്ടപ്പോൾ ട്രംപിന് മനസ്സിലായി ഈ കളി നമുക്ക് ആപ്പാവുമെന്ന്. അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് ഇന്ന് മോദിന്റെ. പക്ഷെ മോദി ഈ മാസം UN-ൽ യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഈ മാസമാണ് സെപ്റ്റംബർ 27 മോദി പ്രസംഗിക്കായിരിക്കും. പക്ഷെ മോദി പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ജയശങ്കറിനെ അയക്കുന്നു. അതാണ്. പക്ഷെ ഇതിലൂടെ ഇന്ത്യക്ക് അല്പം നഷ്ടമുണ്ടാവും. പക്ഷേ ട്രംപിന് മനസ്സിലായി ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന മോദിയുടെ മുൻപിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഒരു കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ, ഒരു പ്രധാനമന്ത്രി വന്നതിന് ഒരുപക്ഷെ നമ്മൾ താണു വീണേന്. അതാണ് മോദിയുടെ പ്രഭ. ഹീസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. അതാണ് മോദി വന്നതോടുകൂടി ഇന്ത്യ എന്ന രാജ്യത്തിന് ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഒരു വലിയ ശക്തനാണ് എന്നുള്ള ഒരു പേരും പെരുമയും ഉണ്ടായി നരേന്ദ്രമോദിയുടെ ഭരണത്തോടുകൂടി. വളരെ ഒരു അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇപ്പൊ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലേർക്കുമ്പോൾ നമ്മൾ പണ്ടായിരുന്നെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമെങ്കിൽ നമ്മൾ അമേരിക്കൻ അംബാസിഡറുമായിട്ട് സംസാരിക്കുക. അവർ പറയും ഈ വർഷം പുള്ളി ബുക്ക്ഡാണ്, അടുത്ത വർഷം ലാസ്റ്റ് നോക്കാം, ഡിസംബറിൽ നോക്കാമെന്ന് എല്ലാം പറഞ്ഞ് കിട്ടിയാൽ തന്നെ വൈറ്റ് ഹൗസിൽ വന്ന് കൈ കൊടുത്ത് 10 മിനിറ്റ് തൊട്ട് അവർ പിരിഞ്ഞു പോകും. എന്നാൽ ഇപ്രാവശ്യം അതല്ലായിരുന്നു. ട്രംപ് കയറിയപ്പോൾ ആദ്യം തന്നെ മോദിയെ ക്ഷണിച്ചു. വളരെ റോയൽ സ്വീകരണമാണ് ട്രംപ് മോദിക്ക് കൊടുത്തു. മോദി വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ട്രംപിന് എപ്പോഴും ഒരു ബിസിനസ് മൈൻഡാണ്. മാത്രമല്ല അല്പം ചില സമയത്ത് ഈ സ്വഭാവ വ്യത്യാസം കാണിക്കും. ഞാൻ ട്രംപിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഇന്നും ട്രംപ് വളരെ ശക്തനായ. പക്ഷേ ട്രംപിന്റെ ഈ പോക്ക് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും. കുറച്ച് സമയത്ത് ഇന്ത്യക്കും ദോഷം ചെയ്യും. രണ്ടുപേർക്കും ഈക്വലായിട്ട് അത് അഫക്റ്റ് ചെയ്യും. കാര്യം ഇന്ത്യയില് കോടിക്കണക്കാണ്ട് 8000 കോടി രൂപയുടെ വാർഷിക എക്സ്പോർട്ടാണ് എല്ലാ വർഷവും അമേരിക്കയിലേക്ക് ചെയ്യുന്നത്. അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. നമ്മൾ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് സാമ്രാജ്യ ശക്തിയോട് എതിർത്ത് നിൽക്കാം എന്നൊന്നും പറയാൻ നടക്കത്തില്ല. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. കാര്യം അമേരിക്കയിലുള്ള ഫെസിലിറ്റീസ് ഒന്നും ചൈനയിലില്ല. എനിവേ നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് കേരളത്തിലേക്ക് മടങ്ങി വരാം. അപ്പം വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നു. അത് മാത്രമല്ല മറ്റ് ഏതൊരു പ്രധാനമന്ത്രിക്ക് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ ഒരു പദവി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ കിട്ടാത്തതിന്റെ ഒരു പദവി ഇന്ത്യക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ
ഈ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കാൻ വേണ്ടി 21 രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള പറഞ്ഞു. ഇന്ത്യയുടെ താരിഫ് യുദ്ധം നടക്കുന്ന ഇപ്പോൾ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. ചൈനീസ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്, ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ. റഷ്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ മേടിക്കുന്നത്, അതാണ് ട്രംപിനെ ഏറ്റവും അധികം ദേഷ്യപ്പെടുത്തിയത്. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഉള്ളത് ഇന്ത്യയിലാണ്. ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തതാണ് 13 ലക്ഷം ബാരൽ. അത് ഗുജറാത്തിൽ റിലയൻസിന്റെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഉള്ളത് അംബാനിക്കാണ്, റിലയൻസ് ഗ്രൂപ്പിന്. അവിടെ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നു, വിലക്കുറച്ച് ഓയിൽ മേടിക്കുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ചുള്ള വലിയ ദോഷം ചെയ്യും. കാര്യം നമ്മൾ ഈ പണം കൊടുക്കുന്ന റഷ്യക്ക് കൊടുക്കും, റഷ്യ അത് ആയുധം മേടിക്കാൻ ഉപയോഗിക്കും. അതുകൊണ്ട് ആണ് ഈ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള വിരോധം. പക്ഷേ മോദി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യുന്ന. ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു എന്ത് വന്നാലും ഞങ്ങൾ റഷ്യയുമായും ചൈനയുമായും ബിസിനസ്സിൽ. അത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2 രാജ്യം, ഇന്ത്യ ചൈന ഒന്നിക്കുന്നു, അതേപോലെ റഷ്യ ഒന്നിക്കുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഭീഷണിയായി മാറും. അതാണ് കാര്യങ്ങൾ. നമുക്കിനി മുമ്പോട്ട് പോവാം. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ന്യൂസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കേരളത്തിലെ ഒരു സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പോലീസുകാർ ചേർന്ന് 4 പോലീസുകാർ ചേർന്ന് കൂട്ടമായിട്ട് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ്. എന്താണ് അലക്സ് ബ്രദറിന് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുള്ള കാര്യം? ഒരാളുടെ പേരും കൂടെ പറയുന്ന ഒരു ജീപ്പിന്റെ ഡ്രൈവർ നവാസോ ഏതാണ്ട് പേരുള്ള ഒരാളുണ്ടെന്ന് ഇപ്പം പുതിയ മർദ്ദിച്ചത്. വളരെ ഞാൻ അല്പമേ കണ്ടുള്ളൂ, പക്ഷെ എനിക്കത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വളരെ ക്രൂരമായ രീതിയിൽ യാതൊരു കാരണവുമില്ലാതെ. അദ്ദേഹം ഒരു പൂജാരി കൂടിയാണ്, ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ്, ഒരു ക്ഷേത്ര പൂജാരി. കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ തന്നെ ഒരു ക്ഷേത്ര പൂജാരിയാണ്. യാതൊരു പ്രലോഭനവും കൂടാതെ വളരെ ക്രൂരമായി ആ ജീപ്പിലേക്ക് കൊണ്ടുപോയി. ഞാൻ അല്പം കണ്ടു, ഞാൻ അത് നിർത്തി, ഞാൻ മൊത്തം കണ്ടില്ല. പക്ഷേ 3ാം മുറ പ്രയോഗം ഇവിടെ ഗോവിന്ദചാമിയെ അതിന്റെ അകത്ത് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച്. ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയുടെ ചിന്താഗതി, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? അല്ല, കേരളത്തിൽ ഇപ്പൊ അത് കൂടി വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ ആ ഒരു ചിന്ത. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഗോവിന്ദചാമിയെ പോലെയുള്ള എത്രയോ പേരെ നമ്മൾ ബിരിയാണിയും അവനെ ഒന്നും കൈ പോലും വെക്കത്തില്ല പാസ്റ്ററെ. ഈ പിടിച്ചുപറിയന്മാര്, ബലാത്സംഗം ചെയ്യുന്നമാര്, എത്രയോ കൊടും ക്രിമിനലുകൾ കേരളത്തിലുണ്ട്. അവരുടെ അടുത്തൊക്കെ വളരെ മാന്യമായിട്ട് അവരെ തൊടുത്തുമില്ല, പിടിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. സാധാരണക്കാരൻ ഒരാളെ പിടിക്കുമ്പോൾ, കേരളത്തിൽ പൊതുവെ ഇപ്പൊ കുറയ്ക്കുന്ന ആളുകൊണ്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു അയൽക്കാരൻ പറയാണ് എന്റെ വീട്ടിലെ പട്ടി ബഹളം വെച്ചു, ശബ്ദം വെച്ചെന്ന് പറഞ്ഞാൽ അവനെ രാത്രി ജീപ്പെ കൊണ്ടുവന്ന് മഹാഗുണ്ടകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുക. യാതൊരു പോലീസിനെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 50 വയസ്സുള്ള ഒരാളുടെ 3 പല്ല് ഈ കൊടില് കൊണ്ട് വലിച്ചു പറിച്ചെടുത്തു ഈ കഴിഞ്ഞ ദിവസം. ക്രിമിനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അതുകൊണ്ട് വെറും കാര്യവും കാരണവുമില്ലാത്ത കാരണത്തിന്റെ പേരിൽ സാധാരണക്കാരെ അതിക്രൂരമായി കൊലപാതകം ചെയ്യും. അയാളുടെ എന്തോ ആയുഷിന്റെ ഭാഗ്യം കൊണ്ട് ഈ സുജിത്ത് രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, എനിക്ക് തോന്നുന്നു 1 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് അങ്ങോട്ട് നടന്ന സമയം, ഇപ്പോഴാണ് വീഡിയോ പുറത്തു വന്നത്. പക്ഷേ ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം അന്ന് അറിഞ്ഞിട്ടും ആരും പ്രതികരിച്ചില്ലെന്നുള്ളതാണ്. ഞാൻ ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ ഇന്ന് കോൺഗ്രസിനെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോഴും സതീശനും രമേശനും ഒക്കെ സംസാരിക്കുക, അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവരുടെ ഒരു പാർട്ടി പ്രവർത്തകനെ ഇത്ര ക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ തൊട്ടപ്പുറത്തിന് സതീശൻ ചോറുന്നതാണ്. എനിക്ക് വളരെ സത്യം പറയാം പുച്ഛം തോന്നി. കേരളത്തിന് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലെന്ന് തന്നെ പറയാം. അത് നമ്മുടെ കെ സുധാകരനായിരുന്നെങ്കിൽ ഒരിക്കലും പുള്ളി പോകത്തില്ലായിരുന്നു. തങ്ങളുടെ പാർട്ടിയിലെ അടിസ്ഥാന ഒരു പ്രവർത്തകനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കൂടിയിരുന്ന് എങ്ങനെ സതീശന് ചോറിനാൻ കഴിയും?
45 അടിയാണ് ലാത്തി കൊണ്ട് പുള്ളിയുടെ ഈ പാദത്തിന് കൊടുത്തത്. അതായത് CCTV ക്യാമറ ഇല്ലാത്ത ഒരു മുറി കൊണ്ടുപോയിരുത്തിയിട്ട് അവിടെ കിടത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളംകാലിന് 45 അടിയാണ്. അത് അപ്പൊ ഒരു കാരണവുമില്ലാത്ത പാസ്റ്റ്. ഇപ്പൊ ഒരുത്തനെ ബലാത്സംഗം ചെയ്ത് കൊന്നു കൊല വിളിച്ച് അവൻ 2 അടി കൊടുക്കുന്നത് യാതൊരു തെറ്റുമില്ല, കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ തന്നെ യാതൊരു കാരണവും ഇല്ലാത്ത ഒരു മനുഷ്യനെ, അത് കേരളത്തിൽ എത്രയോ കസ്റ്റഡി, ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണം നടന്നിട്ടുള്ള എല്ലാം യാതൊരു കാരണവുമില്ലാത്ത ഒരുത്തനെ പിടിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും കാര്യം പറഞ്ഞു അവൻ കുറ്റം ചെയ്തിട്ടില്ല. അവൻ എത്ര അടിച്ചാലും കുറ്റം ചെയ്തിട്ടില്ല. നീ കൊലപാതകം ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് അടിച്ചു കൊല്ലുന്നത്. പക്ഷെ ഇപ്പൊ സതീശൻ അവരെ വീട്ടിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ഇപ്പൊ ഇലക്ഷൻ അടുത്തപ്പോ ഒരു പൊടിയിടുന്ന ഒരു സ്വഭാവമാണ്. അത് ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ പോലീസിന്റെ ക്രൂരതകളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ നാഷണൽ ന്യൂസുകളും കേരളത്തിലെ പോലീസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കേരള പോലീസിന് വലിയ ഒരു നാണക്കേടാണ് ഇപ്പോൾ വരുത്തിയിരിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ചില ആളുകൾ പറയുന്നത് ഈ പോലീസ് സേനയിൽ ഇപ്പോൾ കൂടുതലുള്ളവരും സഖാക്കളാണെന്നാണ്. അതായത് അവിഹിത മാർഗത്തിലൂടെ ഈ ഈ പോലീസ് സെലക്ഷൻ തന്നെ ലിസ്റ്റ് കൊടുക്കുമല്ലോ. ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവർ ഈ ലിസ്റ്റ് പേരെടുക്കുമ്പോൾ അവർ പറയും നമ്മുടെ പാർട്ടിയിലെ പ്രവർത്തകനാണ് ഇവരെ. അവരൊന്ന് ലിസ്റ്റ് കൊടുക്കുക, അതനുസരിച്ചാണ് അവരെല്ലാം തിരഞ്ഞെടുക്കുന്നത്. നമുക്കല്ലല്ലോ പറയാം. അവർ പറയുകയാണെങ്കിൽ നിനക്ക് കിട്ടിയില്ല, നിനക്ക് സെലക്ഷൻ ഇല്ല, നിനക്ക് നീളക്കുറവാണ്, നിനക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് മറ്റേ മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് പോലീസ് കേസ് ഉണ്ടെന്ന് പറയും. ഇവർ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൻ്റെ അകത്തോടെ ഇവരെല്ലാം നമ്മുടെ പാർട്ടിയിലെ സജീവ പ്രവർത്തകരാണ്, ഇവർ SFI പ്രവർത്തിച്ചവരാണ്, അല്ലെങ്കിൽ DYY നമ്മുടെ പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് എല്ലാ പാർട്ടിയും ചെയ്യുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്യാറുണ്ട്. പാർട്ടി അവരവരുടെ ഭരണം വരുമ്പോൾ അവരവരുടെ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ കൂടെ നിൽക്കുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥരാക്കാറുണ്ട്. എന്നാൽ കോൺഗ്രസും കാലാകാലങ്ങൾ ചെയ്യുന്നത്, എന്നാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കേരളത്തിൽ ശരിക്കും ഈ ജനാധിപത്യം സമ്പൂർണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം സഖാവ് പിണറായി വിജയന്റെ ഭരണം വന്നോടുകൂടി ആദ്യത്തെ 5 വർഷം നല്ല ഭരണമായിരുന്നു പൊതുവെ. പിന്നീടുള്ള ഈ 5 വർഷം എന്ന് പറഞ്ഞാൽ ഗുണ്ടകളും മാഫിയകളും വളർന്നു. ഒരു മനുഷ്യന് പട്ടാപ്പകൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതോടൊപ്പം ആ ഷാജൻ സക്കറിയയുടെ കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് എന്നെ വേറൊരു കാര്യമുണ്ട്. അധികാരം ആരെയും മത്ത് പിടിപ്പിക്കും. അധികാരം ആദ്യമേ ഒരു സന്തോഷം, അധികാരം ഒരു ഇതാ. ഇപ്പൊ ആദ്യത്തെ ട്രംപ് അല്ല ഇപ്പൊ രണ്ടാമത്തെ ട്രംപിന് അധികാരത്തിന്റെ ഭ്രമമായി. അതാ എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പൊ ഒരു പെന്തക്കോസ്തിലെ പാസ്റ്റർ ആണെങ്കിലും കുറച്ചു നാളിരിക്കും പുള്ളിക്ക് ഒരു അഹങ്കാരമാണ്, ഞാൻ വലിയ പാസ്റ്ററാണ്. അത് എല്ലായിടത്തും ഉണ്ട്. അധികാരം മനുഷ്യനെ മത്ത് പിടിപ്പിക്കും. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. നമ്മുടെ ഷാജൻ സ്കറിയയുടെ വളരെ കേരളത്തിലെ ഏറ്റവും ശക്തമായി സത്യസന്ധമായിട്ട് പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാജൻ സ്കറിയ. പുള്ളി വളരെ ശക്തമായി സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാറില്ല. ഞാൻ ഷാജനെ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഷാജൻ സ്കറിയ ഇപ്പോൾ ഇസ്രായേലിലാണ്. ഇസ്രായേൽ ഗവൺമെന്റ് ലോകത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായ പത്രപ്രവർത്തകരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ 16 പേരെയാണ് ഇന്ത്യയിൽ നിന്ന് മൊത്തം ക്ഷണിച്ചത്. അതിലൊരു വ്യക്തി ഷാജൻ സ്കറിയാണ്. ഷാജൻ സ്കറിയ ഇപ്പം ഇസ്രായേലിലാണ്. ആ ഒരു ഇതുണ്ട്. ഷാജൻ സ്കറിയോട് കാണിച്ചത് ഒരു വളരെ തെറ്റായ ഒരു നടപടിയാണ്. എന്നാൽ ആ മീഡിയകൾ പലതും അതിനെ മറച്ചു വെച്ചു. സത്യത്തെ ഒരിക്കലും അദ്ദേഹത്തിന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ പല ചാനലും കൊടുത്തേക്കുന്ന വാർത്ത യൂട്യൂബർ മുതലാളി, പ്രത്യേകിച്ച് ഈ മീഡിയ വൺ പോലെയുള്ള ഈ അടുപ്പുകൂട്ടി ചർച്ച ചാനലുണ്ടല്ലോ, ഈ അവര് പറയുന്നത് യൂട്യൂബർക്ക് മർദ്ദനമേറ്റു. അപ്പൊ ശരിക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ മാധ്യമ പ്രവർത്തകൻ ഷാജൻ സക്കറിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഷാജൻ സക്കറി ഇത്രയും പ്രശസ്തനായത്? എന്തുകൊണ്ടാണ്? മറുനാടൻ ഷാജൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു മാധ്യമ പ്രവർത്തകൻ ആണ്. അതിന് യാതൊരു തർക്കവുമില്ല. മറുനാടൻ ഷാജനെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പലരും എല്ലാവരും പുള്ളിയുടെ വാർത്ത കാണും. പക്ഷെ പുള്ളിക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ വാർത്ത ചെയ്യുന്നില്ല. ഇപ്പൊ മീഡിയ കൊണ്ട് എല്ലാ ദിവസവും മറുനാടൻ ഷാജനെ എന്തെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യാം. വേറൊരു കാര്യം, യൂട്യൂബർ എന്ന് പറയുന്നത് തന്നെ വളരെ, ഇപ്പൊ നമ്മുടെ മാത്യു ഷാമുവേലിനും ഉണ്ട് ഒരു പുച്ഛത്തോട്. പാസ്റ്റർ ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ വാച്ച് ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ്. നിങ്ങൾ CNN എന്ന് പറയുന്ന ചാനൽ, കേബിൾ ന്യൂസ് നെറ്റ്വർക്ക്, അവരുടെ ചാനൽ TV-യിൽ കാണുന്നത് വളരെ കുറവാണ്. അവരും ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലാണ്. ABC ന്യൂസ് യൂട്യൂബിലാണ്. ഏഷ്യാനെറ്റ് യൂട്യൂബിലാണ്.
മറുനാടൻ മലയാളി യൂട്യൂബിലാണ്. മറുനാടൻ മലയാളിക്ക് പിന്നെ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ ടി വി ചാനൽ നടത്തിയാൽ തന്നെയും ടി വിയിൽ കാണുന്ന ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ടി വിയിൽ കാണുന്ന എത്ര പേരുണ്ട്? റിപ്പോർട്ടർ ചാനൽ കാണുന്ന എത്ര പേരുണ്ട്? ഇന്ന് അവര് ആ ടി വി ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് വെച്ചെന്നേ ഉള്ളൂ, ബേസ് ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിലൂടെയാണ് ഏറ്റവും വലിയ ആൾക്കാർ വാച്ച് ചെയ്യുക. എന്ത് കാര്യങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാവിധമായ ചാനലുകളും ഏറ്റവും കൂടുതൽ ന്യൂസ് ആൾക്കാർ കാണുന്നത് യൂട്യൂബിലൂടെയാണ്. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനാണെങ്കിൽ ഇപ്പൊ മറുനാടനെ യൂട്യൂബർ എന്ന് വിളിക്കുന്ന മാത്യു ഷാമുവേല പിന്നെ ഇതിൻ്റെ അകത്തൂടെ ചെയ്യുന്നത്? പുള്ളിയും യൂട്യൂബിലൂടെയല്ലേ ചെയ്യുന്നത്. ഈ ഇവിടെ നമ്മുടെ മീഡിയ കൊണ്ട് ഞാൻ എങ്ങനെ കാണുന്നത്? യൂട്യൂബിലൂടെ. ഏഷ്യാനെറ്റ് കാണുന്നത് എവിടെ? യൂട്യൂബിലൂടെ. പാസ്റ്റ് ഇപ്പം നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് എവിടാണ്? യൂട്യൂബിലാണ്. യൂട്യൂബ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടി വി. അല്ല ഞാൻ ഇത് മനസ്സിലായത്, ഈ ശരിക്കും പറഞ്ഞ ഈ മീഡിയ വണ്ണൊക്കെ ശരിക്കും ഒരു വേസ്റ്റ് ചാനലാ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ ഈ ഇതൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞപ്പോ 250 പേര്, 150 പേര്, 500 പേരൊക്കെ അവരുടെ ഈ ചാനൽ കാണുന്നു. മറുനാടൻ ഷാജൻ സക്കറിയയുടെ ചാനലും യൂട്യൂബ് ചാനലും ഇവരുടെ ടി വി ചാനലും വെച്ച് താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഒരു 50 വീഡിയോയ്ക്കുള്ള അതിലും കൂടുതൽ വ്യൂവേഴ്സ് മറുനാടൻ ഷാജൻ സക്കറിയയുടെ ഒരു വീഡിയോയ്ക്കുണ്ട്. അത് അലക്സ് സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷാജൻ സക്കറിയ ഒരു സുപ്രഭാത യൂട്യൂബ് തുടങ്ങി. പുള്ളി ദീപികയിൽ അനേക വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ബികോം കഴിഞ്ഞ് എക്കണോമിക്സ്, അല്ലാതെ പുള്ളി ലോയറാണ്. ഇപ്പൊ MA എടുക്കുന്നു. പുള്ളി വളരെ വിദ്യാഭ്യാസമുള്ള, ഇതിലൊക്കെ വിദ്യാഭ്യാസവും വളരെ വർഷങ്ങളോളം ഇത് പഠിച്ച വ്യക്തിയാണ്. അല്ലാതെ ഈ രാവിലെ ഒരു യൂട്യൂബ് തുടങ്ങിയ വ്യക്തി ഒന്നുമാണ് മറുനാടൻ ഷാജൻ. മാത്രമല്ല ഷാജൻ്റെ കൂടെ ഒരു ടീമുണ്ട്, പീയൂഷ് എന്ന് പറയുന്ന ഒരുത്തൻ. വളരെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. പല മാധ്യമങ്ങളും മറച്ചു വെച്ച പല സത്യങ്ങളും പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് മറുനാടൻ ഷാജൻ. അതുകൊണ്ട് മറുനാടൻ ഷാജിനൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് തല്ലു കൊടുത്തത് പുള്ളി പറഞ്ഞല്ലോ, എന്നെ തല്ലിയാലും കൊന്നാലും ഐ ആം ഗോയിങ് ടു. അല്ല, ഒരാളെ 4 പേര് 5 പേര് കൂടി ചേർന്ന് ഒരു പട്ടാപ്പകല ആക്രമിച്ചിട്ട് അവർക്ക് അന്ന് തന്നെ ജാമ്യം കിട്ടി എന്നുള്ളതാണ് അത് മറ്റൊരു കാര്യം. അപ്പൊ ശരിക്കും ഈ പോലീസിന്റെ ഈ ഉപദ്രവം, ഈ സുജിത്ത് ഉപദ്രവവും ഈ ഇതുപോലുള്ള ജാമ്യവും ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ സമ്പൂർണ്ണമായി തകർന്നു. ഇതിൽ ആരാണ് ഉത്തരവാദി? ശരിക്കും പറഞ്ഞാൽ പോലീസ് കഴിവില്ലാത്ത പോലീസല്ല. കേരള പോലീസ് നല്ല പ്രഗത്ഭന്മാരായിട്ടുള്ള ലോക്നാഥ് ബെഹ്റയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഓഫീസർമാരായിരുന്നു. ലോക്നാഥ് ബെഹ്റയൊക്കെ, കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. ലോക്നാഥ് ബെഹ്റയൊക്കെ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റിലുള്ള ആളാണ് അദ്ദേഹമൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കേരള പോലീസിനെ ഇത്രയും അപമാനത്തിലേക്ക് തള്ളിയിട്ടത് പാർട്ടി സഖാക്കളാണോ അതോ പാർട്ടിയാണോ ഭരിക്കുന്നത്? എന്താണ് ഇതിന്റെ ഒരു നമുക്കിതിനൊരു അടിസ്ഥാന കാരണം വേണമല്ലോ. ഇതിന്റെ പ്രധാന കാരണം കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല. കേരളത്തിലെ എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പറ്റിയ യോഗ്യതയുള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ K മുരളീധരൻ എന്നല്ലാണ് സുധാകരൻ. ഇവർ 3 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ചുമ്മാ ഈ ഒരു കഴകത്തില്ലാത്തവരാണ്. ഇവരെ കൊണ്ടൊന്നും എനിക്ക് ബലമായ വിശ്വാസം കോൺഗ്രസ് അടുത്ത പ്രാവശ്യം വരത്തില്ല. ഇപ്പൊ വലിയൊരു അടിപറ്റിയല്ലോ കോൺഗ്രസിന്. ഇന്ന് VT ബൽറാം രാജിവെച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട കേരളത്തിലെ യുവ നേതൃത്വത്തില് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചു. 16 ദിവസമായി ഇതുവരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അടി തുടങ്ങി. അതാ എബിൻ വർക്ക് വേണം, മറ്റവര് വേണം. ഇതുവരെ 16 ദിവസമായിട്ട് യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ല. ഇപ്പോൾ സൈബർ വിങ്ങിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന VT ബൽറാം, അത് ഏറ്റവും വലിയ അട്ടുപറ്റിയത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി 1 മാസമായിട്ട് ബൈക്കേ പോകുന്നു, കണ്ട ചായക്കടയിലൊക്കെ ചാടിക്കേറി ബോണ്ട തിന്നുന്നു, പരിപ്പുവട തിന്നുന്നു, ബീഹാറിൽ കൂടെ വേർത്ത് ഒലിച്ച് നടക്കുന്നു, എന്തെല്ലാം ചെയ്ത് ഈ സന്ധ്യ വരെ വെള്ളം കോരി കുടത്തിലാക്കിക്കൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവച്ചപ്പം നമ്മുടെ VT ബൽറാം ഒരു പോസ്റ്റ് ചെയ്തു. VT ബൽറാം അല്ലെന്നാ പറയുന്നത്, പക്ഷെ സൈബർ വിങ് ഒരു പോസ്റ്റ് ചെയ്തു. BD ആൻഡ് ബീഹാർ എന്താ അവിടെ BDയുടെ തിരുവ കുറച്ചു. ഇപ്പൊ GST വന്നപ്പോ BDക്കും അതുപോലെ പുകയിലേക്കും ഒക്കെ ഇതിന്റെ GST കുറച്ചു. അതിനെ ഈ കളിയാക്കിക്കൊണ്ട്, അതുകൊണ്ട് ഇനിയും BD വലിക്കുന്ന പാവമല്ലെന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ വിങ് ഒരു പോസ്റ്റ് ഇട്ടു. BD ആൻഡ് ബീഹാർ. ഇത് ബീഹാറിലെല്ലാം രാഹുൽ ഗാന്ധി വലിയ പ്രതീക്ഷയോടെ RJD നേതാവ് യാദവ് അവനുമായിട്ട്
തേജസ്വി യാദവുമായിട്ടൊക്കെ വലിയ റാലിയൊക്കെ നടത്തി വലിയ രീതിയിൽ സന്തോഷമായി വോട്ട് പിടിക്കാൻ അവിടെ കോൺഗ്രസിന് അവിടെ വളരെ ബലഹീനമാണ്. കോൺഗ്രസിനൊന്നും ഇല്ല, കാരണം ഇവരുടെ കൂടെ നിൽക്കുകയാണ് ഈ എന്താ ഈ വലിയ ചട്ടമ്പികളോട് ചെറിയ ചട്ടമ്പി നിൽക്കുന്ന പോലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലായിടത്തും മുക്കാൻ. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ഒരിടത്തും ശക്തമായ ഒരു ഇതില്ല. പിന്നെ അവിടെ ഉള്ള പ്രാദേശിക പാർട്ടിയോട് ഒത്തി ഇതെല്ലാം വന്ന് വലിയ പ്രതീക്ഷയോടെ രാഹുൽ പെരക്കകത്ത് വന്ന് കയറിയപ്പോഴാണ് ഈ പോസ്റ്റ് വരുന്നത്. അത് ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനം, അവരെ കളിയാക്കുന്നതിന് തുല്യമായി അവർക്ക് തോന്നി. കാര്യം ബീഹാറും ബി ഡി യുമായിട്ട് ചേർത്ത് ഇവനൊരു ചെറിയൊരു തമാശ രീതിയിലൊരു പോസ്റ്റ് ഇട്ട ഈ നോർത്ത് ഇന്ത്യക്കാർക്ക്, ഈ ബീഹാറിലുള്ളവർക്ക് തമാശ എന്താ കാര്യം എന്നറിയോ? അതിപ്പോ വലിയൊരു അടിയായി. അതിപ്പം വോട്ടിൽ വലിയൊരു തകർച്ച. അത് മാത്രമല്ല, ബീഹാറിൽ നല്ലൊരു ഓളം ഉണ്ടാക്കി വന്നതായിരുന്നു രാഹുൽ ഗാന്ധി. അന്നേരമാണ് നരേന്ദ്രമോദിയുടെ അമ്മയെ വിമർശിച്ചുകൊണ്ട് ഒരു ഇത് വന്നത്. അത് വലിയ വിവാദമായി. ഞാനിപ്പം ഈ ബീഹാർ ബോർഡറിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയാം. കാരണം ഞാൻ താമസിക്കുന്നത് ആ വിവാദം ഒന്ന് തണുത്ത് വന്ന സമയത്താണ് ഈ വി ടി ബൽറാമിന്റെ ഈ പോസ്റ്റ്. വി ടി ബൽറാം ഇന്നിപ്പോ നമ്മുടെ കേരളത്തെ കുറിച്ച് ഏതൊരു രാഷ്ട്രീയം സൊമാലിയായിട്ട് ഉപമിച്ചു. ഈ സൊമാലിയായിട്ട് കേരളത്തിൽ ഉപമിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പിക്കാരനാണെങ്കിലും കേരളക്കാരനെല്ലാവരും പ്രതികരിക്കും, ആരാന്ന് പറഞ്ഞാലും. നമുക്ക് ഇഷ്ടമാകത്തില്ല. കാര്യം നമ്മുടെ ഇപ്പൊ തന്നെ കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പം അതിനെ നമ്മൾ ഒത്തിരി പേര് എതിർത്തു, അനുകൂലിച്ചു. പക്ഷെ അത് ഞങ്ങളുടെ കേരളത്തെ അപമാനിക്കുകയാണ്. ഈ വി ടി ബൽറാം ഒരു തമാശ രീതിയിൽ ബി ഡി ആൻഡ് ബീഹാർ എന്നിട്ട പോസ്റ്റ് ബീഹാറികൾ പറയുന്നത് അവർ ഞങ്ങളുടെ സംസ്ഥാനത്തെ അപമാനിച്ചു. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ആർ ജെ ഡിയുമായിട്ട് ഒരു സഖ്യത്തിൽ വരുന്ന സമയത്താണ് ഈ പോസ്റ്റ് ഇട്ട്. അതുകൊണ്ട് ഇതിൽ കോൺഗ്രസിന് വലിയൊരു ക്ഷീണം ഇവിടെ ബീഹാർ ഇപ്പൊ സംഭവിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷം കോൺഗ്രസില് ഒരു സണ്ണി ഡേയ്സ് തുടങ്ങിയിരിക്കുക. ഓരോന്നോ വിക്കറ്റ് വീണു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിക്കറ്റ് വീണു, ഇപ്പൊ വി ടി ബൽറാമിന്റെ വിക്കറ്റ് വീണു. ഇനി ആരാണ് അടുത്തതെന്ന് നോക്കിയിരിക്കാം. പഴിച്ചാൽ പോകുന്നത് ഇപ്പൊ വേറെ ഒരു നേതാവിന്റെ താമസിയാതെ വിക്കറ്റ് വീഴുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും നമുക്കത് കണ്ടറിയാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ സുജിത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പലത്തിലെ പൂജാരിയാണ്. അദ്ദേഹത്തെ വളരെ പ്ലാൻ ചെയ്ത് പോലീസുകാരാക്കുന്നു. ഒരു ധാർഷ്ട്യമാണ് ശരിക്കും പറഞ്ഞ. ഈ എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷിക്കാനുണ്ടെന്നുള്ളൊരു ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞ. അപ്പൊ ശരിക്കും ഈ കേരളത്തിലൊക്കെ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആകുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ മൂല്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ അലക്സാർ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രതിപക്ഷമില്ല, കഴകത്തില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ശരിക്കും പറഞ്ഞുള്ളത്. അല്ല, ഈ കേരളത്തിൽ ഇത്രയും അരാജകത്വം നടക്കുന്നു. കേരളത്തിൽ ഇത് നടന്ന ഇപ്പം ഒരാഴ്ചക്കുള്ളിൽ വീഡിയോ ഇറങ്ങിയതിന് ശേഷം തങ്ങളുടെ ഒരു സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകനെ ഇത്ര ശക്തമായ രീതിയിൽ മർദ്ദിച്ചു. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എന്നെ ഒരു കല്യാണത്തിന് വിളിച്ചു. ഞാൻ കല്യാണത്തിലെല്ലാം പോലെ റെഡിയായി നിൽക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കല്യാണത്തിന് വിളിച്ച വ്യക്തി എന്നെ കുറിച്ച് വളരെ ആക്ഷേപകരമായ ഒരു പ്രസ്താവന ഒരാളോട് പറഞ്ഞു. അയാൾ എന്നെ പറഞ്ഞു, അറിഞ്ഞായിരുന്നു അലക്സിനെ കുറിച്ച് ഈ പുള്ളിക്കാരൻ വളരെ മോശമായി സംസാരിച്ചല്ലോ. ഞാൻ ഈ പുള്ളിക്കാരന്റെ മോടെ കല്യാണത്തിന് പോകാൻ, അല്ല മോന്റെ കല്യാണത്തിന് എല്ലാം തയ്യാറായി പോയി എല്ലാം ചെയ്ത് അഭിമാനമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ പറയും പോടാ ഇല്ലെന്ന് പറയും. ഞാൻ നിന്റെ മോടെ കല്യാണത്തിന് ഞാൻ വിളിച്ചു പോയാലും ഞാൻ പോകത്തില്ല. അതാണ് എൻ്റെ അഭിമാനമുള്ളവൻ. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനം ഇത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും ഇവരുടെ കൂടെ ഒക്കെ പോയിരുന്ന് സൈഡിൽ പോയിരുന്ന് ചോറുണ്ണാൻ സതീശൻ കാണിച്ച ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് ഭയങ്കരം തന്നെ. എന്തായാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിലൂടെ ഇത്രയും കടമുള്ള സമയത്ത് ഈ ഓണാഘോഷം നടത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. പ്രത്യേകിച്ച് ഈ ഓണാഘോഷമൊക്കെ നടത്തട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഓണാഘോഷം നടത്തുന്ന ഓണം അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ കടം കയറി ഇതെല്ലാം ഈ നികുതിപ്പണമാണ്. ഈ സാധാരണ ജനങ്ങളുടെ നികുതി പണം മുടക്കി കോടികൾ മുടക്കി ഇത്ര വലിയ ആഡംബരമായിട്ട് ഓണം നടത്തണോ വേണ്ട എന്നുള്ളതാണ്. അതിനിപ്പോ പ്രധാനപ്പെട്ട ഒരു കാരണം വരുന്ന ഇലക്ഷനാണ്. കാര്യം എല്ലാ പ്രാവശ്യവും ബക്രീദ്, ഈ ഇസ്ലാമിക ഉത്സവങ്ങൾ, അവർ പെരുന്നാളിന് വർഷങ്ങളായിട്ട് കരുണാകരനും എല്ലാവരും അവിടെ നിയമസഭ. ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരാള് അത്തപ്പൂക്കളം ഇട്ടു, അത്തപ്പൂക്കളം ഇട്ടതിന്റെ താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു. കൊല്ലത്ത് അതൊരു ഭയങ്കര വിവാദമായി. അതൊരു പോലീസുകാരൻ വന്ന് കേസെടുത്തു.
അത് പിന്നെ മതസ്പർദ്ധ അല്ലെങ്കിൽ മറ്റ് കലാപം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിനോട് ശരിക്കും പറഞ്ഞ ഈ സഖാക്കളെല്ലാം എതിരായിരുന്നല്ലേ ശരിക്കും പറഞ്ഞ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ ഒരു അല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരോധികൾ കേരളത്തിലുണ്ടെന്ന്. ഇന്ത്യക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വിരോധം. ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയ ആ യുദ്ധത്തിൽ നമ്മളത് വളരെ ശക്തമായിട്ട് പറഞ്ഞല്ലോ. നരേന്ദ്രമോദിജി ഇത് വളരെ ശക്തമായ ഒരു ആക്രമണമാണ്. പാകിസ്ഥാനിലെ പല ഭീകര സ്ഥാപനം തകർത്ത് തരിപ്പണമാക്കി. പാകിസ്ഥാന് മനസ്സിലായി ഇനി മുമ്പോട്ട് പോയാൽ പറ്റത്തില്ല. അവര് സറണ്ടർ ചെയ്യായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ ഓണത്തിന് പൂക്കളം വിട്ടപ്പോൾ സിന്ദൂരം നിട്ടപ്പോൾ അതിനെതിരെ കേസെടുക്കുന്നത്? നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു. അതിനെതിരെ കേസെടുക്കുക. അതായത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയം കലർത്തി. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. നിങ്ങൾക്കറിയാം, അമേരിക്ക എന്തെല്ലാം പറഞ്ഞാലും അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊരു രാഷ്ട്രത്തിന്റെ കാര്യം അവരെല്ലാം ഒന്നാണ്. ഒരിക്കലും അവര് നിൽക്കത്തില്ല. ഇപ്പൊ അമേരിക്ക പറയാണ് നാളെ റഷ്യയുമായി ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ, ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചാൽ ബൈഡൻ ആണെങ്കിലും ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യും. അവരാരും തന്നെ ചിലപ്പോൾ പറയുമായിരിക്കും യുദ്ധത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ തന്നെയും ഒന്നായിട്ട് നിൽക്കും. ഇപ്പൊ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോ കേരളത്തിലെ കുറെ എം പിമാര് പാകിസ്ഥാൻ അനുകൂലമായ പ്രസ്താവനകൾ നടത്തി ഇന്ത്യൻ പാർലമെന്റിൽ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ അല്ല പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാലേ അല്ല അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇത് അത്തപ്പൂക്കളം ഇട്ടത് ഇത് ഇത്രയും വിവാദമാക്കിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും നമ്മുടെ രാജ്യത്തിന് വിരോധികളും രാജ്യദ്രോഹികളുമാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് പൊങ്ങി വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മുടെ പറഞ്ഞാൽ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ പെരുവഴിയിൽ ജനം പിടിച്ചു നിർത്തണം. ആ പോലീസുകാരനെയൊക്കെ ജനം പിടിച്ചു നിർത്തി അവന്റെ കാക്കിയൊക്കെ വലിച്ചൂരി കളയണം. ശരിക്കും പാസ്റ്ററെ, പറഞ്ഞാൽ ആ അതുകൊണ്ട് എന്താന്ന് ഇതെന്ന് വെച്ചാൽ ഈ വരുന്ന ഇലക്ഷൻ ബി ജെ പിക്ക് അത് തമ്മിലടി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ബി ജെ പിക്ക് പുഷ്പം പോലെ കേരളം ഭരിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവില്ല എല്ലാവർക്കും. അവിടെ ശബരിമലയിലെ വർഷങ്ങളായുള്ള ആചാര അനുഷ്ഠാനമാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത് അവരുടെ ഒരു ഹൈന്ദവ പാരമ്പര്യമാണ്. അവിടെയൊക്കെ മനഃപൂർവ്വം അമ്മിണിയും രഹന ഫാത്തിമായും പിന്നെ വേറൊരു സ്ത്രീ അവര് 3 പേര് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അതിൻ്റെ അകത്ത് കയറ്റി അവിടെ ആചാരം ലംഘിക്കപ്പെട്ടു. ഒരു ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന് ഏറ്റവും പ്രാധാന്യമായ ഒരു കാര്യമാണ് അയ്യപ്പന്റെ അടുത്ത് സ്ത്രീകൾ പ്രവേശിക്കത്തില്ലെന്നുള്ളത്. അത് ചരിത്രത്തിലേക്ക് നമ്മൾ പോണ്ട. അതുകൊണ്ട് കേരളത്തിലെ നല്ലൊരു ശതമാനം ഹൈന്ദവ വോട്ടുകൾ ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴൊരു അയ്യപ്പ സംഗമം നടത്തുകയാണ്. എന്നാൽ ഇവിടുത്തെ നല്ലൊരു ശതമാനം ഹൈന്ദവർ അത് യോജിക്കുന്നില്ല. അതിന്റെ പ്രധാന കാര്യം വരുന്ന ഇലക്ഷന് ഹൈന്ദവ വോട്ടുകൾ ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ പിണറായി വിജയൻ സഖാവിന് ഇപ്പോൾ ഈ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒക്കെ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തന്നെയല്ല ഇതുമായി ബന്ധപ്പെട്ട് പല ശാപങ്ങളുണ്ട്, പാപങ്ങളുണ്ട്. ഇതിനി പാരമ്പര്യമായിട്ട് കുടുംബത്തെ ബാധിക്കുമെന്നുള്ള ചിന്താഗതിയുണ്ട്. അതിന് ജ്യോത്സ്യനെ കാണുകയും അതിന് വേണ്ടതായിട്ടുള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അതിപ്പത്തെ നമ്മുടെ ഗോവിന്ദൻ, എം വി ഗോവിന്ദൻ, ഒരു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയെ പോയി കണ്ടു. അത് അവര് എങ്ങനെയോ പുറത്തു വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ സ്നേഹിതരാന്ന് പറഞ്ഞു. ആ ജ്യോതിഷി അത് പിന്നെ അവര് ഇതുണ്ടാക്കിയില്ല. ഇവരെല്ലാം തന്നെ രഹസ്യമായി ജ്യോതിഷികളെ കാണാറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റെയ്ഗൻ ജ്യോതിഷികളെ കാണാറുണ്ടായിരുന്നു. നമ്മളിപ്പോ ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ ഇതെല്ലാം അവരെ സംബന്ധിച്ചുള്ള ഭയമുണ്ട്. ഇത് തങ്ങളുടെ കുടുംബത്തിലൊരു ഇതായിട്ട് വരുമോ? അതുകൊണ്ട് അവർ പ്രശ്നം വെച്ച് നോക്കണ്ട. അതുകൊണ്ടാണ് പ്രശ്നം വെക്കുന്നത്. പ്രശ്നം വെക്കുമ്പോൾ അവർ പറയും ഈ ചെയ്തതിന് പാപപരിഹാരം അത് തീർച്ചയായിട്ടും ഒരു അയ്യപ്പ ശാപം പിണറായി സഖാവിന്റെ കുടുംബത്തെ ബാധിക്കും. കാരണം അവിടുത്തെ ആചാര ലംഘനം നടത്താൻ വേണ്ടി സ്ത്രീകളെ മനഃപൂർവ്വം ഇവര് ഇതിൻ്റെ അകത്ത് കയറ്റാൻ പരിശ്രമിച്ചു. അപ്പൊ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിന്റെ ആ ദൈവങ്ങൾക്കൊരു ശക്തിയുണ്ട്. ഇത് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഇപ്പൊ വിവരിക്കുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു അയ്യപ്പ കോപം, അയ്യപ്പ ശാപം ഈ പറയുന്ന ആളുകളിലേക്ക് ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിവാകാൻ ഇപ്പം മനുഷ്യൻ പ്രായമാകുമ്പോഴാണല്ലോ മനുഷ്യന് ഭയം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമ്പൂർണമായിട്ട് ഇവര് ഭയപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ ശാപം, ഈ അയ്യപ്പ ഇവിടുത്തെ ആചാര ലംഘനം നടത്തിയ ശാപം
ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെ മേൽ വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പൊ ചെയ്യുന്നതെന്നാണ് വളരെ രഹസ്യമായിട്ട് ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കോൺഗ്രസ് ആ ഒരു വിഷയത്തില് കോൺഗ്രസും ഇപ്പോഴ് ഹൈന്ദവർക്കൊപ്പം നിൽക്കുക. കാര്യം കോൺഗ്രസിന് അറിയാം ഹൈന്ദവർക്കൊപ്പം കോൺഗ്രസിന്റെ വോട്ടും ശക്തമായിട്ട് ചോരുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ഇലക്ഷന് തിരുവനന്തപുരം ജില്ലയിൽ മിനിമം ഒരു 3-4 MLA-മാര് BJP കൊണ്ടാവും. 100% ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാലക്കാട് വളരെ തുച്ഛമായ വോട്ടിനാണ് തോറ്റത്. ഇപ്പൊ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 13 സീറ്റുകൾ കൺഫേം ആയിട്ട് BJP കിട്ടുന്നതാണ് ഈ കേരളത്തിൽ 13 സീറ്റ് കിട്ടില്ല. മിനിമം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം 5 സീറ്റെങ്കിലും BJP കേരളത്തിൽ വരും. കാര്യം കേരളത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ഒരു വശത്ത് നിന്ന് ശക്തമായി ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക പ്രവർത്തനം കൂടുന്നു. NIA സ്ഥിരം കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലെ ഈ മതസ്പർദ്ധ കൂടുന്നു. ഇതൊക്കെ തന്നെ കേരളത്തിന്റെ സ്കൂളിൽ ഒരു ടീച്ചർ പറയുകയാണ് ഓണം ആഘോഷിക്കുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ സ്പർദ്ധ കൂട്ടുകയാണ്. ഒരു ദേശീയ ഉത്സവം എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ കേരളത്തിലെ സാഹോദര്യം തകർക്കുകയാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. ഇനി ഇപ്പൊ തന്നെ കേരളത്തിലിപ്പോ കമ്മ്യൂണിസം തകർന്നാല് ഇനിയിപ്പം ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളൊന്നും ഇല്ല. ഇന്നൊരു പ്രസംഗം കേട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഒരു CPIയുടെ മീറ്റിംഗില് അത് കേട്ടായിരുന്നോ? CPIയുടെ ഒരു മീറ്റിംഗില് CPIയുടെ ഒരു നേതാവ് പ്രസംഗിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലെ അവസ്ഥ എന്താണ്? അവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള പാത്രങ്ങൾ കഴുകുകയാണ്, കക്കൂസ് കഴുകുകയാണ്, ഇവിടെയുള്ള പറമ്പിൽ പണിയെടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. അപ്പൊ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തകർന്ന് തരിപ്പണമായി. ഇനി ഈ തവണ കേരളത്തിലും കൂടെ പിടിവിട്ടു പോയാൽ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ ഫണ്ട് വേണ്ടേ? അതായത് കേരളത്തില് ഇപ്പൊ മാത്രമേ ഭരണമുള്ളൂ. കേരളത്തിൽ കിട്ടുന്ന പണം കൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല പാസ്റ്ററെ, കോൺഗ്രസ് കേരളത്തിൽ മാത്രമുള്ളെന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് കോൺഗ്രസ് MPമാരുള്ളത്. കോൺഗ്രസും കേരളത്തിൽ മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയോ സോണിയയ്ക്കോ വടക്കേന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇന്ന് ജയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. 100% ഉറപ്പാണ്. അമേഠിയിലായിരുന്നു വർഷങ്ങളോളം രാജീവ് ഗാന്ധി. ഇന്ന് രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും ശക്തമായ ഒരു സീറ്റുള്ള വയനാട്, അവിടെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രത്യേക മതവിഭാഗം കൂടുതലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാലസ്തീൻ അനുകൂലമായിട്ട് പ്രിയങ്ക ഗാന്ധി ബാഗൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നത്. കോൺഗ്രസും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ആകെപ്പാടെ ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടുക എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഈ പോളിറ്റ് ബ്യൂറോയിലുള്ള മെമ്പർ കേരളത്തിൽ. പിന്നെ ഈ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി സ്ഥാനം പിന്നെ ശരിക്കും പറഞ്ഞ ആരെ ഏൽപ്പിക്കുമെന്ന് ചിന്തിച്ച് അവസാനം കിട്ടിയ ഒരാളാണ് ഈ MA ബേബി. ശരിക്കും പറഞ്ഞ ഇത് ആർക്കും വേണ്ടാത്തൊരു പോസ്റ്റായി മാറി ഈ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഇത് ഏക്കാൻ ആരുമില്ല. ആ ഒരു അവസ്ഥയിലായി. ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുന്നത് ഇതാണ് ഇതിന്റെ സത്യം. ഒരു കാര്യം എന്നോട് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്ന ഭാഗം പറയാണ്. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ MA ബേബി, പിണറായി വിജയനും നേരത്തെ അച്യുതാനന്ദനും പിന്നെ ഒരു ഗോവിന്ദപിള്ള, ഇവർ കുറച്ചു പേരായിരുന്നു. അതേപോലെ ഹൈക്കമാൻഡ് ആരാ? കോൺഗ്രസിന് ഹൈക്കമാൻഡ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, ഇവർ മൂന്നുമാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് ആരാ തീരുമാനിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഇവര് പറയുകയാണ്, ഇപ്പം നമുക്കിപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ല, ഇപ്പൊ 16 ദിവസമായിട്ടില്ല. ഇവ സതീഷിനോട് ചോദിക്കാണ്, സതീഷ് ആരാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്? അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. രമേശിനോട് ആരാ? ഹൈക്കമാൻഡ് തീരുമാനിക്കും. സണ്ണി ആരാ? ഹൈക്കമാൻഡ്. ആരാ ഹൈക്കമാൻഡ്? സോണിയാഗാന്ധിയും പ്രിയങ്കയും രാഹുലും കൂടെ വൈകുന്നേരം ഡിന്നർ കഴിച്ചോണ്ട് അവരാ തീരുമാനിക്കുന്നത്. അവര് തീരുമാനമാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ നമ്മുടെ KC വേണുഗോപാൽ ഇങ്ങനെ ഓരം പറ്റില്ല. ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർണാടക ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയുകയാണെ. ഈ കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷ ഈ CPM-ന് ഭരണമുള്ളൂ. അപ്പൊ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടും വേണം ഇന്ത്യയിലുള്ള മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള പാർട്ടി പ്രവർത്തനം നടത്താൻ.
അതുകൊണ്ടാണ് 70,000 രൂപ ചെലവുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് 7 ലക്ഷം എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ വയനാട്ടിൽ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനറേറ്റർ അടിച്ചതിന് 5 കോടി രൂപ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയതിന് 7 കോടി രൂപ എന്ന്. ഇതിന്റെ എല്ലാം പണം പോകുന്നത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പ്രവർത്തനത്തിന് ഫണ്ട് വേണം. ആരും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തൊന്നും പാർട്ടി പ്രവർത്തനം നടത്തുകയില്ല. ഇപ്പൊ ഒരു കൊടി കുത്തണമെങ്കിലോ ഒരു തോരണം ഒട്ടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു റാലി നടത്തണമെങ്കിൽ ഇതിനെല്ലാം പണം വേണം. അപ്പൊ കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് വേണം ഈ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ബീഹാറിലും മറ്റ് തെലങ്കാനയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ പാർട്ടി പ്രവർത്തനം നടത്താൻ. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ഈ അഴിമതി നടക്കുന്നത്. കാരണം 100 രൂപയുടെ ഇത് അത് 1000 രൂപയായിട്ട് എഴുതിയെടുക്കുന്നത്. അതുകൊണ്ടായി പറഞ്ഞ് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ 1 ലക്ഷം രൂപയെ ചിലവാകുന്നുള്ളൂ. പക്ഷെ അത് 8 ലക്ഷം രൂപ എന്ന് എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വീട് പണിയാൻ ചിലവാകുന്നത് 10 ലക്ഷം രൂപയാണെങ്കിൽ 30 ലക്ഷം എന്ന് എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ്. ഓണസദ്യ നടത്തി 1 കോടി രൂപയായെങ്കിൽ അത് 10 കോടി ആയി എന്ന് എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ഈ ഓണസദ്യ നടത്തിയല്ലോ, അതിനൊക്കെ എത്ര കോടികളാണ് ഇപ്പൊ എഴുതിയെടുക്കുന്നേ അറിയാവൂ? എത്രമാത്രം കോടികൾ! ഈ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഈ ഓണസദ്യയൊക്കെ നടത്തി, ഈ ഓണാഘോഷമൊക്കെ നടത്തി ഇത്രയും രൂപ പൊടിച്ചു കളയുക. ഇനിവേ നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല, നമുക്കിനി മുമ്പോട്ട് പോയി. അപ്പൊ നമ്മള് ഈ പിണറായി വിജയൻ സഖാവ് നമ്മളെ ഈ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് പുകഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അടുത്ത ഒരു ശ്രീനാരായണ ഗുരുദേവനാണ് ഈ പിണറായി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന്. 90 വയസ്സുണ്ട് വെള്ളാപ്പള്ളി നടേശന്. അദ്ദേഹം 90 വയസ്സുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ SNDP ഒക്കെ ഇത്ര ശക്തമായത്. എങ്കിലും അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്? അതൊരു രാഷ്ട്രീയ കളിയാണ്. അതിപ്പോ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം എനിക്കത് ട്രോളുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഈ പിണറായി വിജയൻ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുവിനോട് കൂടി ഉപമിക്കുക എന്ന് പറയുന്നത്, നമ്മൾ യേശുക്രിസ്തുവിനെ ഗോവിന്ദചാമിയെ യേശുക്രിസ്തുവിനെ കൂടി ഉപമിക്കുന്ന ഒരു ഉദാഹരണം പോലെ ഉള്ളൂ. ഇതൊക്കെ ഒരു ട്രോളാണ്. ട്രോള് മാത്രമല്ല, ഇവര് തമ്മിലെല്ലാം ഈ നമ്മുടെ ഈ സന്ദേശത്തിന് അന്തർധാര സജീവമാണ്. ഈ വെള്ളാപ്പള്ളി വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായിട്ട് ഈ വരുന്ന ഇലക്ഷന് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. ചുരുക്കി പറയാൻ നല്ലതാണ്. അപ്പനും മോനും അപ്പുറത്താണേലും ഇപ്പുറത്താണേലും സേഫാ. ഇവിടെ കേരളത്തിൽ സേഫാണ്. പിണറായി വിജയന്റെ കൂടെ ഇന്ന് വെള്ളാപ്പള്ളി നടേശന് വളരെ സേഫാണ്. പിന്നെ കേന്ദ്രത്തിന്റെ വിഷയം വരുവാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി BJPയുടെ ഉണ്ട്. അത് നല്ലതാണ്. ചില കണ്ടില്ല, ചിലയിടത്ത് ഭാര്യ ഒരു പാർട്ടി നിൽക്കും, ഭർത്താവ് ഒരു പാർട്ടി നിൽക്കും. രണ്ട് രീതിയിൽ നല്ലതാണ്. അതുകൊണ്ട് ഇപ്പൊ ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും, ഭാര്യ കോൺഗ്രസ് നിൽക്കും. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ജയിച്ചാല് കുടുംബത്തിന് നല്ലതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ വെള്ളാപ്പള്ളി നടേശനൊന്നും ഒരു നിലപാടില്ലാത്ത വേറെ സംഭവം ഉണ്ട്. 23% ആളുകള് ഈഴവ സമൂഹത്തിൽപ്പെട്ടവരുണ്ട്. അതൊരു വലിയൊരു വോട്ട് ബാങ്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് ശരിക്കും പറഞ്ഞ ഈഴവ സമൂഹം. നായർ വിഭാഗം എന്ന് പറഞ്ഞാൽ 14-15% ഉള്ളു. അതായത് 14% നമുക്ക് കൂട്ടാം. 23% ഉണ്ട് ഈഴവ സമൂഹം എന്ന് പറയുന്നത്. അപ്പം അത് അല്ല, ഈഴവ സമൂഹം ഒരു കാലത്ത് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സ്വാധീനമില്ല. അത് വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, അല്ല, ഇതിപ്പോ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ പോലെ ആയി അതും. കാരണം SNDP ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും മകനും ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അല്ല, ഇപ്പൊ NSSലെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഇന്ന് മിക്കവരും കേൾക്കത്തില്ല. സുകുമാരൻ നായർ പറയുകയാണ് ഞങ്ങൾ ഇടതുപക്ഷത്തല്ല വലതുപക്ഷത്തല്ല നടുപക്ഷം എന്ന് പറഞ്ഞാലും നല്ലൊരു ശതമാനം നായന്മാരും ഇന്നിപ്പോ അയ്യപ്പ സംഗമത്തില് സുകുമാരൻ നായർ പങ്കെടുക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം നായന്മാർ അതിനെതിരാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ നായന്മാര് വർഷങ്ങളാളും കോൺഗ്രസിന് അനുകൂലമായി നിന്ന നായന്മാര് പോലും ഈ വരുന്ന ഇലക്ഷന് BJPക്ക് അനുകൂലമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഇവർക്കൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. നമുക്കിനി അതിൽ നിന്നും പിന്നെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഈ ആഴ്ചയിലെ പാസ്റ്ററെ? നമ്മുടെ അന്നക്കുട്ടി മരിച്ചുപോയി, അറിഞ്ഞല്ലോ. പാസ്റ്റർ ഇന്റർവ്യൂ നടത്തിയ മറിയക്കുട്ടി ചേട്ടത്തിയുടെ കൂടെ നിന്ന് അവർക്ക് 88 വയസ്സുണ്ടായിരുന്നു. ആ വിഷയത്തെ കുറിച്ച് 1 മിനിറ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. 1 മിനിറ്റ്. അല്ല, അതിനെ കുറിച്ച് പറഞ്ഞു. അല്ല, നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിയുടെ കൂടെ നിന്ന അന്നക്കുട്ടി ചേട്ടത്തി മരിച്ചു. 88 വയസ്സുണ്ടായിരുന്നു. അവരെ പെൻഷൻ കിട്ടാതെ.
അത് ഈ ആഴ്ചയിലൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിയെ, ജഡ്ജി മറിയക്കുട്ടി ചേട്ടത്തിയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ ഒക്കെ പാസ്റ്റർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെന്താണ് പാസ്റ്റർ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഉം. ആ, ഷാജൻ, അതുപോലെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി എന്ന് പറയുന്ന 91 വയസ്സുകാരൻ. പുള്ളി ഒരു ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അർമാനിയുടെ വാച്ചസ് ഉണ്ട്, കണ്ണാടിയുണ്ട്, അതുപോലെ സ്യൂട്ട്സ്. ലോകത്തിലെ ഏറ്റവും അധികം സ്റ്റൈലിഷ് വസ്ത്രത്തിന്റെ ഡിസൈനർ ആയിരുന്നു ജോർജിയോ അർമാനി. നമ്മുടെ ഹോളിവുഡ് താരങ്ങൾ ഏറ്റവും കൂടുതൽ ജോർജിയോ അർമാനിയുടെ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ലക്ഷറി ഹോട്ടലായ ബുർജൽ ഖലീഫ ദുബായിലുള്ള, അതിൻ്റെ അകത്ത് അർമാനിക്ക് ഹോട്ടലാണ്. അർമാനി ഹോട്ടൽ വൺ ഓഫ് ദി എക്സ്പെൻസീവ് ഹോട്ടൽസ് ആണ്. ഇറ്റാലിയയിലെ മിലാൻ എന്ന് പറയുന്ന അടുത്താണ് ഇയാൾ ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ. പുള്ളി 91 വയസ്സിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. വളരെ ദരിദ്രമായൊരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന, ലോകത്തെ മുഴുവൻ കീഴടക്കിയ അർമാനി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എല്ലാമെല്ലാമായിരുന്നു ജോർജിയോ അർമാനി. പുള്ളി ഈ ആഴ്ചയിൽ അന്തരിച്ചു. അത് ഈ ആഴ്ചയിലെ ഒരു പ്രധാന വാർത്തയാണ്. പാസ്റ്റർ, ഞാൻ പറയാം, ജോർജിയോ അർമാനി അന്തരിച്ചെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ഡിസൈനർ. പുള്ളി ഇറ്റാലിയൻ ആയിരുന്നു. അർമാനി പാസ്റ്റർ അറിയാം? അർമാനി പറഞ്ഞോ. ഈ ജോർജിയോ അർമാനി കേട്ടിട്ടുണ്ടോ? അർമാനി കേട്ടിട്ടുണ്ടോ? എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. അർമാനി ഒരു പ്രത്യേകിച്ച് ചിലപ്പോൾ പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലെ, പക്ഷെ ഒരു ഫാഷൻ ലോകത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു പേര് അർമാനി എന്ന് പറയുന്നത്. ജോർജിയോ അർമാനി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഒരു തന്നെ ഫാഷൻ ഡിസൈനർ. മിലാൻ, ഇറ്റലി. ഞാൻ മിലാനിൽ പോയിട്ടുണ്ട്, ഇറ്റലി പോയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷന്റെ തലസ്ഥാനമാണ്. അതുപോലെ ഇപ്പം ഹോളിവുഡ് ഞങ്ങളുടെ അടുത്താണ്, ലോസ് ഏഞ്ചൽസിൽ. അവിടെയൊക്കെ ഹോളിവുഡ് താരങ്ങൾ ഏറ്റവും കൂടുതൽ വസ്ത്രം ധരിക്കുന്ന ഇയാള് ഡിസൈൻ ചെയ്യുന്നതാണ്. അത് $1 ബില്യൺ ബിസിനസ്സാണ്. ബില്യൺസ് ആൻഡ് ബില്യൺസ്. ലോകത്തിലെ ഏറ്റവും അധികം ഫാഷൻ പ്രോഡക്റ്റിൽ ഒന്നാണ് അർമാനി. ജോർജിയോ അർമാനി ഒരാളിൽ നിന്നും തുടങ്ങിയതാണ്. പുള്ളി മരിച്ചുപോയി. പുള്ളി ഇറ്റാലിയൻ ആയിരുന്നു. ഹോളിവുഡ് താരങ്ങളൊക്കെ. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ഹോട്ടലായ ബുർജൽ ഖലീഫ ദുബായിൽ, അതിനകത്ത് പുള്ളിക്ക് വലിയൊരു ഹോട്ടലുണ്ട്, അർമാനി ഹോട്ടൽ. അതുപോലെ ഞാൻ ദുബായ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഓഫീസിന്റെ താഴെ, ഞാൻ ആദ്യമായിട്ട് ഈ അർമാനിയെ കുറിച്ച് കേൾക്കുന്നത് ഞാൻ ദുബായ് വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ താഴെ ഇവരുടെ ഈ ഷോറൂം ഉണ്ടായിരുന്നു അർമാനി. വളരെ എക്സ്പെൻസീവ് ആണ്. സ്യൂട്ട്സ്, അതുപോലെ ലേഡീസിന്റെ വസ്ത്രം, അതേപോലെ ബാഗ്, കണ്ണാടി, വാച്ചസ് എല്ലാം ഉണ്ട്. അതാണ് വേറൊരു പ്രധാന ലോകത്തിലെ വാർത്ത. ഈ നമ്മുടെ ആത്മീയ കോളത്തിലേക്ക് വരുമ്പോൾ വിവാദപരമായ ഒരു സംഭവമാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ ഹിന്ദു വിരോധ പ്രസംഗം. അത് നായർ സമൂഹത്തിന് നേരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ആക്രമണം. അതായത് അത് വളരെ മോശമായി പോയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അത് ഈ ചാനലിലൂടെ പറയാൻ കൊള്ളുകല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അത് ഈ മാത്യു സാമുവൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. കാരണം ഒരാളെ പുകഴ്ത്തുന്നു. അതെന്താണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ ഈ കൊടിത്തോട്ടം ഇങ്ങനെയൊരു ഹൈന്ദവ വിരുദ്ധ പ്രസ്താവന നടത്തിയത് ശരിക്കും ക്രൈസ്തവ സമൂഹത്തിന്, ക്രൈസ്തവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് ഒരു വലിയൊരു അപമാനത്തിന് കാരണമായി തീർന്നു. അത് മാത്രമല്ല, അത് ഒരു യുക്തമായ പ്രസംഗമായിരുന്നില്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ പ്രസംഗം മുഴുവൻ കേട്ടില്ല. പക്ഷെ അതിന്റെ കമന്റ്സ് അതിന്റെ താഴെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമീൻ, എന്തോന്നടേ പെന്തക്കോസ്തുകാർക്ക് എവിടെ ആമീൻ പറയണം, എവിടെ ഹല്ലേലൂയ പറയണം? ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാൻ വയ്യാത്ത ഒരു കൂട്ടരായി മാറി. ഹല്ലേലൂയ, ദൈവത്തിന് ദൈവത്തിന് സ്തുതി എന്ന് പറയുന്ന ഒരു വേർഡാണ് ഹല്ലേലൂയ. ഇതൊക്കെ ദേവാലയങ്ങളിൽ ഉയരുന്ന ശബ്ദമാണ്, സ്വർഗത്തിൽ ഉയരുന്ന ശബ്ദമാണ്. ആരെങ്കിലും തെറി പറഞ്ഞൊരു പ്രസംഗം നടത്തി അതിന്റെ താഴെ പോയി പ്രൈസ് ദി ലോർഡ് എഴുതുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ നാമം ഇത്രയും വൃഥ യൂസ് ചെയ്യുന്ന ഒരു കൂട്ടർ പെന്തക്കോസ്തുകാരാണ്. 10 കൽപ്പനയിലെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വിശുദ്ധമാകുന്നു. ഇതെന്ത് പറഞ്ഞാലും അതിന്റെ താഴെ പോയി പ്രൈസ് ദി ലോർഡും ഹല്ലേലൂയ, ആമീനും. അയ്യപ്പനെ ചീത്ത വിളിച്ചൊരു പ്രസംഗം നടത്തി അതിന്റെ താഴെ പോയി ആമീന്. ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുതെന്നൊരു വാക്യമുണ്ട്.
വരുന്ന ഈ കക്കൂസിന്റെ പുറത്തും ദൈവത്തിന്റെ വചനം എഴുതി വെക്കുക. ഇതൊക്കെ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. ഈ അല്ല അല്ല വേറൊരു ഇതേ ഉം. ഒരു കാര്യത്തിലേക്ക് പറയും, ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഭാരതത്തിൽ ഉള്ള സ്വാതന്ത്ര്യം ലോകത്തിൽ ഒരു രാജ്യത്തും ക്രൈസ്തവർക്കില്ല. വടക്കേന്ത്യയിൽ തല്ലുകൊണ്ടെന്നു നമുക്കറിയാം. പക്ഷേ ഇത്രയും സ്വാതന്ത്ര്യം കേരളത്തിൽ നിന്നുകൊണ്ട്, ഈ ഹൈന്ദവർ നൽകിയ സ്വാതന്ത്ര്യം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നിന്നുകൊണ്ട്, ഇതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഈ കൊടുത്തോട്ടം പ്രസംഗിക്കുന്നത് എവിടെ നിന്നാണ്? കുമ്പനാട്ടിൽ നിന്ന്, ചെങ്ങന്നൂരിൽ നിന്ന്, കായംകുളത്ത് നിന്ന്, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിന്ന്. വടക്കേന്ത്യ പോയി പ്രസംഗിക്കുമോ കൊടുത്തോട്ടം? ഇത് കൊടുത്തോട്ടം ഈ വടക്കേവണ്ടിയിലേക്ക് വരികയല്ലോ. അപ്പോഴാണ് അതിനുള്ള ചങ്കൂറ്റം കൊടുത്തോട്ടത്തിന് ഇല്ല. ഈ തല്ലു കൊള്ളാത്തടത്ത് നിന്നിട്ട് എന്നെ തല്ലിക്കോ എന്ന് പറയാൻ ആർക്കും പറയാൻ പാസ്റ്ററെ? എന്നെ അത് പറയുന്നത് ഒരു 10, 50, 100 പെന്തക്കോസുകാർ വട്ടത്തിൽ നിൽക്കുകയാണ്. അതിന്റെ നടുക്ക് നിന്നാണ് ഈ ഹൈന്ദവ സമൂഹത്തെ ചീത്ത പറയുന്നത്. ഇതാണ് സുവിശേഷ പ്രവർത്തനമാണ്. എന്നിട്ടാണ് ഇവർ ഇത് ഇത്രയും അവർ ചീത്ത വിളിച്ചിട്ട് പിറ്റേ ദിവസം ട്രാക്റ്റ് അടിച്ചോണ്ട് അവന്റെ വീട്ടിൽ ചെല്ലുക സുവിശേഷം പ്രസംഗിക്കാൻ. അവൻ ചെപ്പക്കുറ്റിക്ക് അടിച്ചില്ല, പിന്നെ അവനുമില്ല അഭിമാനം. കൊടുത്തോട്ടം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 തല്ല് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു ചിന്തിക്കുന്നവരാണ് ഇപ്പൊ ഒരു ഭൂരിപക്ഷം ബന്ധുക്കോസുകാരും. കാരണം 2 തല്ല് കിട്ടിയാൽ അതിലൂടെ ഈ ഒരു സിമ്പതി പിടിച്ചു പറ്റി കാശുണ്ടാക്കാമെന്നൊരു ധാരണ. ഇത് ഞങ്ങളെ കേൾക്കുന്നവർ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ പോയിന്റ് പറഞ്ഞുതരാം. ഈ ക്രിസ്തീയ വിശ്വാസമല്ല കൊടുത്തോട്ടം പ്രസംഗിക്കുന്നത്. കൊടുത്തോട്ടം പ്രസംഗിക്കുന്നത് വർഗീയതയാണ്. കാരണം കൊടുത്തോട്ടത്തിന് എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ മുൻകാലങ്ങളിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തോ പുള്ളിക്ക് ഒരു ഇന്നിപ്പം അത് കാണണമെങ്കിൽ പ്രൊഫസർ ജോൺ സക്രിയ സാറിന്റെ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ കാണണം. നമ്മുടെ ആ ഐഡന്റിറ്റിയിൽ നമുക്ക് വിശ്വാസമില്ലാതെ വരികയും നമ്മുടെ ഐഡന്റിറ്റിയിലുള്ള നമ്മുടെ ആ കോൺഫിഡൻസ് ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കടന്നാക്രമിക്കുന്നത്. കറുപ്പ് കൂടുതലാന്ന് വെച്ചു. എനിക്ക് കറുപ്പ് കൂടുതലാണെന്ന് വെച്ചാൽ എന്റെ അപ്പുറത്തുള്ളവൻ നല്ല വെളുപ്പ്. അവൻ എന്നോട് വിരോധം തോന്നണമെന്നില്ല. അലക്സിന് കറുത്തതാണോ? പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഞാൻ കറുത്തവനാണെന്നൊരു ബോധ്യം എനിക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെളുപ്പുള്ളവനെ ചീത്ത വിളിക്കുക. വെളുപ്പിലൊന്നുമല്ല കാര്യം. ഇപ്പൊ നമ്മുടെ മലയാളികൾ പറയുമല്ലോ, പൈസയ്ക്കകത്തൊന്നുമല്ല കാര്യം. കാര്യം എന്താണെന്ന് അറിയാം, ഇവന്റെ ഈ പൈസ ഇല്ല. പൈസ ഇല്ലാത്തവന് പൈസ ഉള്ളവനോട് കുശുമ്പുണ്ട്. നമ്മളെന്താ പറയുന്നത്? ബ്രദറെ, ഇതൊക്കെ എന്തോ ഇതൊന്നും ആരും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല, നമ്മളെല്ലാവരും ചത്താലും മണ്ണിലേക്ക്. കാര്യം ഇവന് പൈസ ഇല്ല. കാറിൽ പോയാൽ എന്താ, സൈക്കിളിൽ പോയാൽ എല്ലാം പോവുകയല്ല. കാര്യം നമുക്ക് വില കൂടിയ കാറ് മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ പഴയ കാറാണ് നമ്മൾ പറയുന്നത്. പഴയ കാറായാലും എന്താ, പുതിയ കാറായാലും നമ്മൾ ഒരിടത്ത് പോകാണ്. ഇപ്പൊ കൊടുത്തോട്ടത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതാണ് ഈ പുറത്തു വരുന്നത്. ഇവരുടെ ഹൈന്ദവ അയ്യപ്പനെ, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്ന, ഹൈന്ദവരുടെ വിഗ്രഹമായ അവരുടെ ആരാധനമൂർത്തിയായ അയ്യപ്പന്റെ ഇരിപ്പിനെ വളരെ മ്ലേച്ഛകരമായ ഒരാൾ പ്രസംഗിച്ചു കേരളത്തിൽ. അയാൾക്ക് തല്ലും കൊണ്ടു. എന്നിട്ട് അതിന് പറയാം സുവിശേഷത്തിന് വേണ്ടി തല്ലുകൊണ്ട്. എടാ, നീ മറ്റുള്ളൊരു ദേവീ ദേവന്മാരെ അവരാരാധിക്കുന്ന ആരാധനമൂർത്തിയെ നീ ആക്ഷേപിച്ച് സംസാരിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് തല്ലു കുട്ടിയിട്ട് അത് സുവിശേഷത്തിന് വേണ്ടിയാന്ന് പറയുന്നു. നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെല്ലുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അവരുടെ ദേവീദേവന്മാരെ കുറ്റം പറയുന്നില്ല. പക്ഷേ പറയുന്നുണ്ട്, നിങ്ങൾ അറിയാതെ സേവിക്കുന്ന ദേവന്മാരിൽ എന്ന് പറയാം. ആ രീതിയിലാണ് പൗലോസ്. അതായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ ജോൺ ബ്രിട്ടാസ് പെന്തക്കോസുകാരെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. ഈ പെന്തക്കോസുകാരോ അങ്ങനെ, അതിന് ഇവിടെ പെന്തക്കോസുകാരായിട്ടുള്ള ആളുകൾ വലിയ വിവാദം ഉണ്ടാക്കി. ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രസിഡന്റ്, കൺവീനർ കുര്യാക്കോസ് എം കുടക്കച്ചിറ പാസ്റ്റർ നമ്മുടെ ഈ ചാനലിൽ പ്രതികരിച്ചു. ഈ വാർത്ത ജോൺ ബ്രിട്ടാസിന് അയച്ചു കൊടുത്തു. ജോൺ ബ്രിട്ടാസ് നമ്മുടെ ഈ ചാനൽ കണ്ടു ഈ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രസിഡന്റ് കൺവീനർ പ്രതികരിച്ചത്. എന്നിട്ട് പുള്ളി അതുമായി ബന്ധപ്പെട്ട് ക്ഷമ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അത് ഈ കുര്യാക്കോസ് എം കുടക്കച്ചിറ പാസ്റ്റർക്ക് അദ്ദേഹം നേരിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ പെന്തക്കോസ്റ്റൽ സമൂഹത്തിന് നേരെ ഒരു ചെറിയ ഒരു ആരോപണം വന്നപ്പോൾ ഇത്രയും വലിയ പ്രതികരണം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഈ കൊടുത്തോട്ടം പാസ്റ്റർ ഒരു ഹൈന്ദവ സമൂഹത്തിനെതിരെ നിരന്തരമായി അവഹേളനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതികരിക്കേണ്ടതല്ലേ? പ്രതികരിക്കില്ലേ?
അപ്പോൾ ഇവരുടെ ക്ഷമയെ, ഹൈന്ദവ സമൂഹത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് പല പെന്തക്കോസ് പാസ്റ്റർമാരെന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത്. തീർച്ചയായും പാസ്റ്റർ അവർക്കറിയാം ഇപ്പോൾ ഒന്നാ ഇലക്ഷൻ വരുന്നുണ്ട്, ഹൈന്ദവരൊന്നും ചെയ്യത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ ഇവർക്ക് ഇതേ തൻ്റെ ഉള്ളവർ മറ്റിടത്ത് പോയി ചെയ്യത്തില്ല, അവിടെ ചെല്ലുമ്പോൾ തല്ലുകൊള്ളുമെന്ന് അറിയാം. കൊടുത്തോട്ടം ലക്ഷ്യമിട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിൽ BJP വളരുന്നു എന്നൊരു ചിന്താഗതി കൊടുത്തോട്ടത്തിന് ഈ BJP ഇഷ്ടമല്ല, സംഘപരിവാർ ഇഷ്ടമല്ല. അപ്പൊ കൊടുത്തോട്ടം ചിന്തിച്ചത് ഒരു വിവാദ പ്രസംഗം നടത്തി 2 തല്ല് കിട്ടുവാണെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെടുത്ത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി മാത്രമാണ് അത്. ഈ മാത്യു ശാമുവേലിന്റെ ചാനൽ വളരെ രീതിയിൽ ലോ ആയിപ്പോയി, ആരും കാണുന്നില്ല. ഇപ്പൊ ഈ സിന്ദൂർ വിഷയം വന്നു, മാത്യു ശാമുവേലിന്റെ പെട്ടിയും പടവും അടക്കി. ഈ ഷാജനെ യൂട്യൂബർ എന്നൊക്കെ വിളിക്കുന്ന മാത്യു ശാമുവേൽ പെട്ടിയും പടവും അടക്കി, യാതൊരു രീതിയിലും മുന്നേറാൻ വയ്യപ്പം മാത്യു ശാമുവേലിന്റെ ഉള്ളിൽ ഒരു ലഡു പൊട്ടി. നാടൻ ഭാഷയെ പറയും. മാത്യു ശാമുവേൽ വിചാരിച്ചാൽ നമ്മൾ ഇനി ഇക്കണക്കിന് പോയാൽ മുസ്ലിംസിനെ ഓൾറെഡി എല്ലാവരെയും പണക്കി, ഈരാറ്റുപേട്ട താലിബാനാന്ന് പറഞ്ഞു മറ്റവരെ എല്ലാം പണക്കി. അതിൻ്റെ ഇടയ്ക്ക് പെന്തുക്കോസുകാരും ഇടയ്ക്കൊക്കെ ചീത്ത വിളിക്കുമായിരുന്നു. പുള്ളി എല്ലാം പിണക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, പുള്ളി അതിൻ്റെ ഇടയ്ക്ക് ഫണ്ട് പിരിവൊക്കെ തുടങ്ങി, അതും പൂട്ടി. എല്ലാം കൊണ്ട് പെട്ടിയും പടവും അടയ്ക്കുന്ന പുള്ളി പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചുകൊണ്ട് അന്ന് വരെ മോദിയെ ചീത്ത വിളിച്ച മാത്യു ശാമുവേൽ മോദിക്ക് രാഹുലിന് അനുകൂലമായി. രാഹുൽ ഗാന്ധി എത്ര വിളച്ചരമായിട്ട് ആക്ഷേപിച്ച് വെക്കാനാണ് ഈ മാത്യു ശാമുവേൽ. പപ്പു മോനെന്നും പൊട്ടനെന്നും വിവരമില്ലാത്തവനാണും ഉമ്മൻചാണ്ടിയുടെ മോനും ആന്റണിയുടെ മോനും വെറും ഇതാണെന്നും ഒക്കെ പറഞ്ഞ മാത്യു ശാമുവേലെ പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചു. ഇപ്പൊ ബീഹാറിൽ അങ്ങ് ഒലത്തും കോൺഗ്രസ് ഭയങ്കരമായിട്ട് മുന്നേറുക എന്നൊക്കെ പുള്ളി അങ്ങ് പറയാ. പുള്ളി പറയും ഞാൻ അവരോട് എനിവേ പുള്ളിക്ക് നമുക്ക് ഇതിനകത്തൊരു പ്രശ്നം പറ്റിയെന്നോ, അടി പറ്റിയത് നമുക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ മാത്യു സാമുവേലിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പുള്ളിയുടെ വാർത്തകൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പറ്റിപ്പോയി കഴിഞ്ഞപ്പോ പുള്ളി സംഗതി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയതോടുകൂടി ഈ വലിയൊരു പ്രശ്നമായി തീർന്നു. അപ്പൊ ഞാൻ ഈ കൊടുത്തോട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കൊടുത്തോട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, ശ്രദ്ധിക്കണം. കൊടുത്തോട്ടം പാസ്റ്റർ ലക്ഷ്യമിട്ടത് BJPയുടെ ഒരു വളർച്ച കേരളത്തിൽ കയറുന്നു. അപ്പൊ അതിനെ ഒന്ന് തടയിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ ശക്തികൾ ഉണ്ടാവും. പെയ്ഡ് വേർഷനാണ് ഈ കൊടുത്തോട്ടത്തിന്റെ പബ്ലിക് പ്രസംഗമൊക്കെ പറഞ്ഞ പെയ്ഡ് വേർഷനാണ്. കാരണം എന്നറിയോ, അല്ലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ മാത്യു ശാമുവേൽ ഞാൻ മാത്യു ശാമുവേലോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി എന്റെ വാട്സാപ്പിലെ സ്നേഹിതന്. ഞാൻ ഇപ്പം അത്ര ഇതില്ല, പുള്ളിയോട് അത്ര ഇതിലല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മാത്യു ശാമുവേലിന് മനസ്സിലായി പുള്ളിയുടെ ചാനൽ വളരെ രീതിയിൽ താഴോട്ട് പോകുന്നു, ആൾക്കാർ കാണുന്നില്ല. പുള്ളി എന്തോ ചെയ്യുന്നറിയോ, കൊടുത്തോട്ടത്തെ പൊക്കി ഒരു വീഡിയോ കിട്ടും. ഫാസ്റ്റ് കണ്ടാണ്, ഞാൻ കുറച്ച് കണ്ടു. കൊടുത്തോട്ടത്തിന്റെ ഒരു ഫോട്ടോ ഒക്കെ അപ്പോഴത്തേക്കിന് പെന്തുക്കോസുകാരെല്ലാം കൂടെ വന്ന് കയറും. എന്തോ ഇവിടെ നടക്കുന്നതെന്ന് അറിയാം. കൊടുത്തോട്ടം വലിയ പണ്ഡിതനാണെന്നും ഹീബ്രു പണ്ഡിതനാണെന്നും ആനയാണ് ചേനയാണ് ഞാൻ പുള്ളിയുടെ ചുമ്മാ കളിക്കുന്നതാണ്. ഈ മാത്യു ശാമുവേൽ ഭയങ്കര തള്ളി വീരനാ, പുട്ടുവീരൻ എന്നാ പറയും, ഭയങ്കര തള്ളാണ്. പിന്നെ സിന്ദൂർ സമയത്ത് പുള്ളി പറഞ്ഞല്ലോ, ഞാനെന്ന് വെച്ചാൽ പട്ടാള തലവനുമായിട്ട് സംസാരിച്ചു, മറ്റവരുമായിട്ട് സംസാരിച്ചു, അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു, ട്രംപുമായിട്ട് സംസാരിച്ചു. ഇതങ്ങ് തള്ളിമറിക്കുകയാണ് ആൾക്കാരെ ചുമ്മാ. പുള്ളിയെ കുറിച്ച് ശരിക്കും രാജൻ ജോസഫ് എന്ന് ഒരുത്തനുണ്ട്, ഒരു പത്രപ്രവർത്തനുണ്ട്, താടിക്കാരൻ. പുള്ളിക്കാരനോട് ചോദിച്ചാൽ മാത്യു ശാമുവേൽ എന്താ പറയുക? മാത്യു ശാമുവേലിന്റെ കൂടെ കോളേജിൽ പഠിച്ച പത്തനാപുരംകാരൻ മാത്യു ശാമുവേൽ കേൾക്കുന്നെങ്കിൽ കേൾക്കാൻ പറയുകയാണ്. ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളി അമേരിക്കയിലുണ്ട്. ആളെ ഇപ്പൊ മാത്യു ശാമുവേൽ മനസ്സിലായി. പുള്ളി മാത്യു ശാമുവേലിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേ കോളേജിൽ പഠിച്ച വ്യക്തി, പത്തനാപുരംകാരൻ. അതുകൊണ്ട് മാത്യു ശാമുവേല് മെയിനായിട്ട് ചെയ്തത് ഈ കൊടുത്തോട്ടത്തെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്തു. കൊടുത്തോട്ടം ആനയാണ് ചേനയാണ്, ഞാൻ പുള്ളിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, പുള്ളി വലിയ പണ്ഡിതനാണ്, പുള്ളിയുടെ കൂട്ട് വേറെ ആരുമില്ല, പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആള്, കേരളത്തിൽ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനാന്നൊക്കെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്തു. അത് കേട്ടപ്പോൾ താഴെയുള്ള ബന്ധുക്കോസുകാർ വലിയ സോദരൻ മാത്യു അച്ചായനാണ് ശരിക്കുള്ള അച്ചായൻ, അച്ചായനെ പോലെ വേറെ ഒരു അച്ചായനില്ല, അച്ചായനാണ് ശരിക്കും അച്ചായൻ, ഞങ്ങൾ ബന്ധുക്കോസുകാർ പോലെ ഇത്രയും നല്ലൊരു ബന്ധുക്കോസുകാരനില്ലെന്ന് അച്ചായൻ. അതുവരെ കള്ളുകുടിയനാന്നും തണ്ണി അടിക്കുന്നവനാണെന്ന് പറയും ബന്ധുക്കോസുകാരൻ വരെ. താഴെ പ്രൈസറോ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ മൊത്തം പ്രൈസറോട് അല്ലേലിയ ആമീന്. മാത്യു ശാമുവേൽ പറയും എല്ലാത്തിനും ആമീൻ പറയും. പറയും നിർത്താൻ. കൊടുത്തോട്ട് എന്ത് ചെയ്തു? ആ വീഡിയോ കണ്ട് 2 ലക്ഷത്തോളം അടുത്ത ആൾക്കാർ മൊത്തം ബന്ധുക്കോസുകാരെ കണ്ട്. മാത്യു ശാമുവേലെ പോലെ വേറെ ആരുമില്ല ലോകത്തിൽ. അന്ന് കൊടുത്തോട്ടം എന്ത് ചെയ്തു? എന്നാ എനിക്കും കുറെ വ്യൂസ് കിട്ടും. പുള്ളി ഒരു മാത്യു ശാമുവേലിനെ പൊക്കിക്കൊണ്ട് ഇപ്പൊ ഇത് അധിക നാളൊന്നും പോകത്തില്ല. നാളെ മാത്യു ശാമുവേൽ തിരിച്ചു പറയും ബന്ധുക്കോസുകാരൻ കള്ളന്മാരാന്ന് പറയുമ്പോ അപ്പൊ അറിയാം. അല്ല, ഞാൻ ശരിക്കും ഈ കൊടുത്തോട്ടത്തിന്റെ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോ എന്നെ പല ആളുകൾ എനിക്കെതിരെ കമന്റ് ചെയ്ത് വിട്ടു.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പബ്ലിക്കായിട്ട് പറയാണ്, ഈ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഒരു സുവിശേഷ വിരോധിയാണ് ഇദ്ദേഹം. കാരണം അദ്ദേഹം അതോടൊപ്പം തന്നെ ഒരു ഹൈന്ദവ വിരോധിയാണ്. കാരണം ഇദ്ദേഹത്തിന് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. ആ മാനസിക പ്രശ്നം പുള്ളിയുടെ മനസ്സിൽ കിടന്ന് തളം കെട്ടുകയാണ് ഇതിന്. അല്ല മാനസിക പിന്നെ പ്രശ്നം അല്ല ഒരു വേർഡ് പറയാം. ആ മാനസിക പ്രശ്നം എന്നുള്ള മാറ്റിയിട്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ വീഡിയോ കേൾക്കുന്നവർ സാജു പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തിൽ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ആൾക്കാർ ഇപ്പൊ അല്ല അറിവില്ലാത്തവർക്ക് ഞാന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടെ സ്നേഹിക്കുന്ന ഒരാളാണ് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്കിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തെ ഈ ചില സ്നേഹിതന്മാരുണ്ട്, ഇവരാണ് ശരിക്കും പറഞ്ഞ ഈ പുള്ളിനെ ഈ കുഴി കൊണ്ട ചാടിക്കുന്നത്. ഒരു കാര്യം പുള്ളി പണ്ഡിതനല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിച്ചേ. പുള്ളി പണ്ഡിതനല്ലെന്നോ പുള്ളിക്ക് അറിവില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. പക്ഷേ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകളും പുള്ളിയുടെ മനസ്സിൽ രൂഢമൂലമായ ഈ അപകർഷതാബോധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹം ഹൈന്ദവ സമൂഹത്തെ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികളുടെ ഫോഴ്സിലാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ആർക്കോ വേണ്ടിയിട്ട് ഒരു 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 പ്രവൃത്തി ചെയ്യുന്ന പോലെ ആയിട്ടാണ് എനിക്കിതിനെ മനസ്സിലായിട്ടുള്ളത്. അല്ല വേറൊരു കാര്യം അറിയാവോ, ഈ അനിൽക്കോട്ടിത്തോട്ടത്തിന് അറിയാം പുള്ളിയെ തല്ലുവോ വണ്ടി ഇടിക്കുന്നൊക്കെ പറയാം, ആരും ഒന്നും ചെയ്യത്തില്ല. പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം BJP-ക്കാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു രീതിയിൽ ഇവനെ ഒന്നും ചെയ്യരുത്. കാര്യം നമുക്കൊരുമാതിരി നല്ലൊരു കളം പിടിച്ചു വരികയാണ്. ഇവനെ കയറി അറ്റാക്ക് ചെയ്താൽ വലിയൊരു പ്രശ്നമാകും, വോട്ട് പോകും. അതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല, അതിന്റെ പേരിലെടുക്കുക. പിന്നെ കൊടുത്തോട്ടത്തിന് ഒരു വീട് പറയാൻ പറഞ്ഞു, അതങ്ങ് മറന്നുപോയി. എന്തായാലും അല്ല, കൊടുത്തോട്ടം ഈ ഹൈന്ദവ വിരുദ്ധത ഈ പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ? അല്ല കേരളത്തിലെ ആൾക്കാരുടെ നിങ്ങൾ ഇത്രയും ഹൈന്ദവ അല്ല സാറേ, ഇത് അതിന്റെ അല്ല, അതിലും വലിയൊരു അപകടം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് വിടുക. ഈ അവിടെ ഈ പുള്ളിയുടെ ഈ ഹൈന്ദവ വിരോധം, ഞാൻ ഈ ഇന്ന് ഒരു വീഡിയോ ഡബ്ഡ് വീഡിയോ എന്ന് പറഞ്ഞ അത് നോർത്ത് ഇന്ത്യ അല്ല, ഇതിന് തല്ലി കിട്ടുന്ന നോർത്ത് ഇന്ത്യ കിടക്കുന്ന പാസ്റ്റർമാരായിരിക്കും. ഇയാൾ ഈ പ്രസംഗം പ്രസംഗിച്ച് ഹിന്ദിയിൽ അത് അവിടെ കൊണ്ട് പാവം പിടിച്ച് സുവിശേഷം ചെയ്യുന്ന പാസ്റ്റർമാർക്ക് തല്ലുകുട്ടാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ കൊടുത്തോട്ടം. കൊടുത്തോട്ടത്തിന് ആരും ഇവിടെ ചെയ്യത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഹൈന്ദവ സഭയെ അവരുടെ പുരാണങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് ഹിന്ദിയിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ളവരാകുമ്പോൾ അവരിതൊന്നും നോക്കത്തില്ല, അവർ കയറി തല്ലും. ഇത് ഇവിടെ നടക്കത്തുള്ളന്ന്. ഈ കൊടുത്തോട്ടത്തിനൊക്കെ ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ. തൊട്ടപ്പുറത്തോട്ട് കയറ്റിവിടാം, പാകിസ്ഥാൻ ബോർഡറിലോട്ട് കയറ്റിവിടാം, അങ്ങോട്ട് ഇറങ്ങി ഇന്ന് 2 പ്രസംഗിക്ക്. കൊടുത്തോട്ടത്തിന് ഇത്രയും എന്നെ തല്ലാനും കൊല്ലാനും മരിക്കാനും തയ്യാറാന്ന് പറയുന്നത് കൊടുത്തോട്ടം ജസ്റ്റ് പാകിസ്ഥാനിലോട്ട് ഇറങ്ങി നിൽക്കുക. അവിടെ ചെന്നിട്ട് ഇതേപോലെ അവിടുത്തെ മതത്തെ കുറിച്ചൊന്ന് പ്രസംഗിക്ക്. അതിന് തന്റെ അളവില്ലല്ലോ. ഇതൊക്കെ ഈ തിണ്ണമിടുക്കെന്ന് പറയുന്ന നാടൻ ഭാഷ തിണ്ണമിടുക്കായി കാണിക്കുക. പെന്തുക്കോസ്തർ തിണ്ണമിടുക്ക് കാണിക്കാൻ മിടുക്കന്മാര്. അല്ല ഇദ്ദേഹത്തെ, അതായത് ഈ കൊടുത്തോട്ടത്തിന് പറ്റിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കൊടുത്തോട്ടത്തെ കൂടത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വലിയൊരു അറിവുള്ളവനാണ്, പണ്ഡിതനാണ്, നിങ്ങളുടെ അത്ര അറിവുള്ള ഒരു ഇന്ത്യയിലില്ല. അതിന്റെ താഴെയുള്ള കമന്റ് ചെയ്യണം, കൊടുത്തോട്ടത്തിന്റെ അത്ര അറിവുള്ള ഒരു ഇന്ത്യയിലില്ലെന്നാണ് ചിലർ എഴുതി വിട്ടേക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ആവശ്യമില്ലാത്ത ഈ പ്രശംസയും കൊടുത്തോ പുള്ളി ചിന്തിച്ചു, ഞാന് യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരാളായി എന്നൊരു ധാരണ പുള്ളിയുടെ മനസ്സിലേക്ക് കയറുന്നു. ലൂസിഫറിന് പറ്റിയ പോലെ ഒരു ചിന്താഗതി പുള്ളി പറഞ്ഞോട്ടെ പുള്ളിയുടെ ആ മനസ്സിലേക്ക് ഇദ്ദേഹം ഒരു വലിയ അറിവുള്ളവനാണ്, ഭയങ്കര പണ്ഡിതനാണ്, ഇദ്ദേഹത്തിന്റെ അത്ര അറിവുള്ളവർ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നൊരു ഒരു അഹങ്കാര ഭാവം ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് രൂഢകൂലമായി. അതിന് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്തു. ഒരു വിഷണറി അല്ല പുള്ളി. അതായത് ഭാരത സുവിശേഷീകരണത്തെ കുറിച്ച് ഒരു ദർശനമുള്ള ആളല്ല പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിസ്പർദ്ധ, മതസ്പർദ്ധ വളർത്തുക എന്നുള്ളതാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഘടകം. അതേസമയം ഇപ്പൊ ഡോക്ടർ KP യോഹന്നാനെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഒരു വിഷണറി ആയിരുന്നു. ഇവരെ സംബന്ധിച്ച് എന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കവലയിൽ ഒരു പ്രസംഗം നടത്തണം, അത് കുറെ പേര് ശ്രദ്ധിക്കണം, എന്നിട്ട് യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം,
കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവണം, എന്നിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണം. ഇതാണ് ഇവരുടെയൊക്കെ മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത്, ഈ വീഡിയോ ഒക്കെ ഡബ് ചെയ്ത് വിടുകയാണ്, ഇതുകൊണ്ട് സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷകന്മാരെല്ലാം, കേരളത്തിലെ ആളുകളുടെ സ്വഭാവമല്ല നോർത്ത് ഇന്ത്യയിൽ. ഞാൻ ഈ നോർത്ത് ഇന്ത്യ താമസിക്കുന്ന ആൾ. അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണ്? അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താണ്? ഈ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹൈന്ദവ സ്പർദ്ധ പ്രസംഗിച്ചുകൊണ്ട് അവരെ നേടാമെന്നാണ് കൊടുത്തോട്ടം ചിന്തിക്കുന്നതെങ്കിൽ, കൊടുത്തോട്ടം ഇത്രയും നാളും ചെയ്ത കേരളത്തിലെ ക്രൈസ്തവ പ്രവർത്തനത്തിനെതിരെ കലമുടക്കിയാണ്. ഹൈന്ദവ സഹോദരന്മാരെ ഇങ്ങനെ അവരുടെ ദേവീദേവന്മാരുടെ അവരുടെ പുരാണങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ട് നാളെ ആരെങ്കിലും ഒരു മാർത്തോമാക്കാരൻ ഈ ഓണവാര വേല എന്ന് പറഞ്ഞുകൊണ്ട്, അവർക്കറിയത്തില്ല ബന്ധുക്കോസ് ഏതാ, മാർത്തോമ ഏതാ, CSI ആ, അല്ലെങ്കിൽ ഒരു കത്തോലിക്കൻ പറയാണ് അന്ന് കുറച്ച് കരിസ്മാറ്റിക് യോഗത്തിന് പോയി നമുക്ക് കുറെ ഇത് ട്രാക്ട് ഉണ്ട്, ഒരു ഹൈന്ദവന്റെ വീട്ടിൽ ചെന്ന് കൊടുക്കാൻ പറയുമ്പോൾ അവരൊക്കെ നമ്മൾ കൊടുത്തോട്ടോ ആരാ കത്തോലിക്കനാ, അവർ മേറി ചാമ്പും. ഇനി കേരളത്തിൽ തന്നെ ക്രൈസ്തവർക്ക് അടി കിട്ടുമെന്ന്. കേരളത്തിലുള്ള സുവിശേഷ പ്രവർത്തനത്തെ മുഴുവൻ കടക്കൽ കത്തിവെക്കുകയാണ് ഈ കൊടുത്തോട്ടം പോലെയുള്ളവർ ചെയ്യുന്ന ആക്ഷേപ പ്രസംഗങ്ങൾ. അതിനുവേണ്ടി കുറെ അല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ പുള്ളിക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ കുറെ വിഡ്ഢി കൂഷ്മാണ്ടങ്ങള് കുറെ ആണ് ഇറങ്ങിയിട്ട്. സുവിശേഷ പ്രവർത്തനം എന്തോ സുവിശേഷ പ്രവർത്തനം എന്തുവാ ഇവിടെ വിദ്വേഷം പ്രസംഗിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഇന്ത്യയിലെ അല്ല, ഇനി കേരളത്തിലെ ഒരു ഒറ്റ ബന്ധക്കോസുകാരന് നായർ വിഭാഗത്തിലുള്ള ഒരാളുടെ വീട്ടിൽ കയറി സുവിശേഷം പറയാൻ പറ്റിയല്ല. അടിയുടെ പെരുന്നാൾ കിട്ടും. ഇലക്ഷൻ കഴിയുമ്പോഴേ ഉള്ളന്നേ, ഇലക്ഷൻ കഴിയുന്നിടം വരെ ഉണ്ട്. ഇലക്ഷൻ വരെ അവരെല്ലാം ഒന്ന് ഒതുങ്ങി നിൽക്കും. അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ പറയട്ടെ, അതായത് ഇനി കേരളത്തിൽ ഒരു ഒറ്റ ഒരു ബന്ധക്കോസുകാരനും ഒരു നായർ വീട്ടിൽ ചെന്നിട്ട് ഒരു ട്രാക്ട് കൊടുക്കാനും സുവിശേഷം പറഞ്ഞ അടിയുടെ പെരുന്നാൾ കിട്ടും. കാരണം അത്രമാത്രം വലിയ വൃത്തികേടാണ് ഈ പുള്ളി പ്രസംഗിച്ചത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ പേര്, അതിന്റെ താഴെ ഹല്ലേലൂയ എഴുതാനും പ്രൈസലോട് എഴുതാനും കുറെ പാസ്റ്റർമാർ. ഇവനൊക്കെ എന്തോന്ന് പാസ്റ്റർ, പ്രൈസലോട് ഇത് വിളിക്കാൻ. അല്ല, ഒരു ഹിന്ദു സഹോദരൻ എന്നെ വിളിച്ചു ചോദിച്ചേ, സഹോദര നിങ്ങൾ യേശുക്രിസ്തുവിനെയാണോ പ്രസംഗിക്കുന്നത് അതോ വേറെ വല്ലവരെയാണോ പ്രസംഗിക്കുന്നത് ചോദിച്ചു. അപ്പൊ ചോദിക്കാനുള്ള കാരണം പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയാം, പക്ഷെ യേശുക്രിസ്തു പറഞ്ഞതും ഈ കൊടുത്തോട്ടം പറയുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ശരിക്കും ഈ കൊടുത്തോട്ടമൊക്കെ ആരെയാണ് പ്രസംഗിക്കുന്നത്? അന്തിക്രിസ്തുവിനെയാണോ എതിർ ക്രിസ്തുവിനെയാണോ പ്രസംഗിക്കുന്നത്? എന്താണ് നിങ്ങൾ സമൂഹത്തിൽ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തീയ സന്ദേശം? ആളുകൾ ചോദിക്കുക. എന്നെ നമ്മൾ ഈ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പലരും നമ്മളെ വിളിക്കുന്നത്. പ്രവർത്തിയിലൂടെ ഈ പെന്തുക്കോസുകാരന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ഏതെങ്കിലും ഒരു അവിശ്വാസി ക്രിസ്ത്യൻ വിശ്വാസി വരുമോ? ചിലപ്പോ ഈ സാമ്പത്തിക ഞെരുക്കവും ബുദ്ധിമുട്ട് പ്രയാസി കൂടെ രോഗശാന്തി കൂടെ എല്ലാം വരും. കാര്യം അവന്റെ ബുദ്ധിമുട്ടിലൂടെ വരുമെന്നല്ലാതെ ഇവന്റെ പ്രവൃത്തിയിലൂടെ ആരെങ്കിലും വരുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഓണമായപ്പോൾ കർദിനാൾ മാർ ആലഞ്ചേരി കത്തോലിക്ക സഭയുടെ കർദിനാൾ പുള്ളി ഓണക്കോടിയുമായിട്ടൊരു ഹൈന്ദവ രാജകുടുംബത്തിലേക്ക് പോയി. വേറെ ഓർത്തഡോക്സിലെ ഒരു തിരുമേനി, സെറാഫി എന്ന് പറഞ്ഞ തിരുമേനി, പാവങ്ങളോടുകൂടി അവർ ഭക്ഷണം കഴിക്കാൻ ചെന്നു. അവിടെയാണ് അവർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്. എടാ, ഈ മനുഷ്യൻ ഇത്ര വലിയ ബിഷപ്പായിട്ടും ഞങ്ങളുടെ കൂടെ വന്ന് കഴിക്കുന്നല്ലോ. അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഉള്ളിൽ ആ ക്രിസ്ത്യ സ്നേഹം, അവിടെ ക്രിസ്ത്യാനി ഉണ്ട്, നമ്മുടെ ഈ ഓണത്തിന് വന്നല്ലോ. അവിടെയാണ്, അല്ലാതെ വെറുപ്പ് പ്രസംഗിക്കുകയല്ല. ഇവിടെ ഓണം ആകുമ്പോഴത്തേക്കും കുറെ പെന്തുക്കോസുകാർ വെറുപ്പാണ്, വെറുപ്പ് വാരി വിതറുകയാണ്, വിഷം ചീറ്റുകയാണ്. ഇങ്ങനെയുള്ള കൊടുത്തോട്ടത്തിന്റെ കൂട്ടമുള്ള കുറെ പേര് കേരളത്തിൽ വിഷം ചീറ്റുകയാണ്. ഇവർക്ക് ഈ തന്റെ കേരളത്തിൽ മാത്രമേ ഉള്ളെന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ പോയി പ്രസംഗിക്കും ഇത്. അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്. ഇതിന്റെ അകത്ത് ഈ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പതുക്കെ മന്ദഗതിയിൽ ഇവരൊക്കെ കാരണം സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയില്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട്. എന്തായാലും ഇത് ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണം. നിങ്ങൾ കേൾക്കുന്നവർ പറയരുത് ഞങ്ങൾ ഈ കൊടുത്തോട്ടത്തെ കുറ്റം പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിനെ ചോദ്യം ചെയ്തില്ല, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ ചോദ്യം ചെയ്തില്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യങ്ങളും ചോദിച്ചില്ല. ഞങ്ങൾ, അതായത് ഈ അലക്സ് ബ്രദറും ഞാനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യാതൊരു വിദ്വേഷവും ഇല്ല. പക്ഷെ അദ്ദേഹത്തെ കുഴി ചാടിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ കൂടിച്ചേർന്ന് നിൽക്കുന്നവരല്ല മിത്രങ്ങൾ എന്ന് ആദ്യം തിരിച്ചറിയുക. അപ്പം താങ്കൾ ഏതെങ്കിലും കാലത്ത് ഈ വീഡിയോ കേട്ടാൽ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മളിപ്പോ ഒത്തിരി സമയം കൊടുത്തോട്ടത്തിന് വേണ്ടി ഇങ്ങനെ കവലപ്രസംഗം, വിദ്വേഷ പ്രസംഗം നടത്തുക, അല്ലെ സുവിശേഷ പ്രസംഗം നല്ലതാണ്. ഇങ്ങനെ ഈ ഒരു മതത്തെ എതിർത്തുകൊണ്ട്
പ്രസംഗം നടത്തിയിട്ട് കേരളത്തിലെ ക്രൈസ്തവർക്ക് ശേഷം അധിക നാൾ കൊടുക്കാമെന്ന് വിചാരിക്കണ്ട. അത്രേ പറയുന്നുള്ളൂ. എന്തായാലും നമ്മുടെ എന്തായാലും നമുക്ക് ഈ സമയം 12 മണിയായി, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ വാരാന്ത്യ അവലോകനം എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടാണ്. അത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു ഇതാണ്. പിന്നീട് ഈ അമേരിക്ക പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടും നരേന്ദ്രമോദിയുടെ പിന്നെ ലോകരാജ്യങ്ങളിലുള്ള സ്വീകാര്യതയാണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് സുജിത്ത്, ഒരു പിന്നെ പോലീസുകാർ ചേർന്ന് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനം ലോകം മുഴുവൻ കണ്ടു, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടു, കേരളത്തിലെ പോലീസിന്റെ സ്വഭാവവും അവസ്ഥകളും കണ്ടു. അതോടൊപ്പം കേരളത്തിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു. വലിയ പിന്നെ ഫാസിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ മുമ്പോട്ട് വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട്. പിന്നീട് നമ്മൾ ചിന്തിച്ചത് കൊടിത്തോട്ടവും മാത്യു സാമുവലുമാണ്. മാത്യു സാമുവൽ ജി ഇയും കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ആദ്യകാലത്ത് താങ്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. താങ്കളുടെ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്തു, ഒരുപാട് സ്ഥലത്ത് ഷെയർ ചെയ്താണ്. പക്ഷെ ഇപ്പൊ അത് അബദ്ധമായും തോന്നുവാണ്. കാരണം മാത്യു സാമുവൽ ജീനെ ചില ആളുകൾ വളരെ മോശമായ രീതിയിൽ പുട്ടുകെട്ടു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോഴും ഞാനൊക്കെ അതിനെതിരെ ശക്തമായി വീഡിയോ ചെയ്ത ആളാണ്. കാരണം അദ്ദേഹം ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, ലോകം അറിയപ്പെടുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പം അത് അബദ്ധമായി പോയോ എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുക ഞാൻ. അപ്പം പിന്നെ അന്നക്കുട്ടി അമ്മച്ചിയുടെ കാര്യം, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിലിറങ്ങിയ മറിയക്കുട്ടി ചേർത്തിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറിയക്കുട്ടി ചേർത്തി ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം പേര് കണ്ട വീഡിയോന്റെ അകത്ത് കിടപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിലാണ് അവരുടെ വീട്. അവരിപ്പോ അടുത്ത കാലങ്ങളിൽ BJP-യിലേക്ക് ചേർന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഉള്ള അത്തപ്പൂക്കള മത്സരം. ഷാജൻ സ്കറിയയുടെ ഷാജൻ സ്കറിയയുടെ ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും 1-ാം നമ്പർ മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കാണ് ഒന്നാമത്തെ മാധ്യമ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ഷാജൻ സ്കറിയ. രണ്ടാമത് വേണം നമുക്ക് വിനു വി ജോൺ എന്ന് വേണേൽ പറയാം. അതാണ്. അപ്പം ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷാജൻ സക്കറിയ, മറ്റ് ഇപ്പം മലയാള അല്ല കേട്ടെ, ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആളുകൾ പറയുമ്പോ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാള്, അദ്ദേഹം മലയാള മനോരമ എന്ന് പറഞ്ഞ പത്രം എത്രയോ വർഷങ്ങളായിട്ടുള്ള അതിന്റെ ചാനലുണ്ട്, മാതൃഭൂമി ചാനലുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ട് 1-ാം നമ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പം അലക്സ് ബ്രദർ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സന്തോഷം. നമ്മളെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. സമയം വളരെ ചുരുക്കമാണെങ്കിൽ തന്നെയും ഏതാണ്ട് 1000-ൽ പരം ആൾക്കാർ നമ്മുടെ ലൈവിലുണ്ടായിരുന്നു. ഒരു സമയത്ത് 1000 ഞാൻ നോക്കി. നമ്മുടെ ഈ രാത്രി 12 മണിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ ചർച്ച കേട്ട എല്ലാവരോടും നന്ദി. നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുകയാണ്. ഇവിടെ ആരോടും വ്യക്തിവിരോധമില്ല. പക്ഷെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളൂ. അതുപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനോടും മുഖ്യമന്ത്രിയോടും കൊടിത്തോട്ടവും സക്രിയായും എല്ലാവരും വന്നു. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ ചില സത്യങ്ങൾ തുറന്നു പറയണം. അതിനുവേണ്ടി ഈ അവസരം തന്ന സാജി പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഈ ആഴ്ചയിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അവലോകനം ചെയ്യാം. താങ്ക് യു ഫോർ എവരിവൺ. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഈ വാരാന്ത്യ അവലോകനമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. അലക്സ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.